എന്തൊക്കെയുണ്ട്? നമ്മളെ യുണീക് ടോക്ക് 28 ആണ് അല്ലേ? മോർണിംഗ് തന്നെ ഷിയാബുദ്ദീൻ സാർ ഉള്ള വീഡിയോ മോഡലൊക്കെ ഒന്ന് സെറ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. പറ്റുന്നവരൊക്കെ വീഡിയോ മോഡൽ വരാൻ വേണ്ടി ശ്രമിക്കും കേട്ടോ. നമ്മൾ എപ്പോഴും പറയലുണ്ട്, നമുക്ക് തന്നെ അറിയാത്തൊരു ടെൻഡൻസി ഉണ്ടാവും ഇവിടുന്ന് ഇങ്ങനെ ഡിസ്ട്രാക്റ്റഡ് ആയി പോവാന്. അപ്പൊ അതിനൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് വീഡിയോ മോഡൽ വന്നിരിക്കുക എന്നുള്ള കാര്യം. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് ആരെങ്കിലും നോട്ട് ചെയ്തിട്ടുണ്ടാകുന്ന ഒന്ന് യുണീക് ടോക്ക് സ്പെഷ്യൽ ആയിട്ടാണ്. നമ്മൾ ഷിയാബുദ്ദീൻ സാർ, നമ്മളിവിടെയുള്ള ഹയ, ഇവരൊക്കെ നാളെ നമുക്കൊരു പ്രോഗ്രാം നടക്കുന്നുണ്ട്, അതിന് വേണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കൂടുതൽ അഫ്സൽ സാർ എന്തെങ്കിലും അതിനെ കുറിച്ച് പറഞ്ഞു തരും. പിന്നെ നമ്മൾ എല്ലാ ക്ലാസ്സിലും പറയുന്ന പോലെ ഈ ക്ലാസ്സിൽ ഇരിക്കുന്ന സമയത്ത് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറയും. ഒരു കുട്ടീന്റെ പോലെ ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതായത് കുട്ടികളുടെ പ്രത്യേകത എന്താ, ഭയങ്കര ക്യൂരിയോസിറ്റി ആവില്ല പുതിയ നോളജ് കിട്ടാൻ വേണ്ടിയിട്ട്, അതെങ്ങനെയാവും എന്നറിയാന്. അങ്ങനെ നമ്മൾ ക്യൂരിയോസിറ്റി ആയിട്ട് ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ഒരു സാധാ മനുഷ്യനായിട്ട് ഇരിക്കുക. നമ്മൾ ആരെയും ജഡ്ജ് ചെയ്യാനോ ആരും ആരെക്കായും വലിയ ആളോ അറിവുള്ള ആളായിട്ട് ഒന്നുമല്ല ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ എല്ലാവരും ഒരുപോലെയാണ്. നമ്മളും നിങ്ങളെ കയ്യിൽ നിന്ന് ഓരോ നോളജ് പഠിച്ചു വരുന്നവരാണ്. പിന്നെ നമ്മളെ ഫൈറൂസ് മാം ഒക്കെ പറയലുണ്ട്, എല്ലാ സമയത്തും നമ്മളെല്ലാം അറിയുന്ന ഒരാളായിരിക്കാതെ ഇനി എന്തൊക്കെയോ അറിയാനുണ്ട്, പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കണം എന്നൊരു മൈൻഡ് സെറ്റോട് കൂടിയിട്ടിരിക്കുക. പറഞ്ഞത് കുറച്ചധികം കോംപ്ലിക്കേഷൻസ് ആയിട്ടുണ്ടാവില്ല എന്ന് കരുതുന്നത്. അത് എത്ര ഉദ്ദേശിച്ചിട്ടുള്ളൂ, ഇവിടെ ഒന്ന് ജഡ്ജ് ചെയ്യാനോ അല്ല, നമ്മൾ പറയുന്ന കണ്ടന്റിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യില്ല, അത് പറയുന്ന മെത്തേഡിലോ എന്നല്ലാതെ നമ്മൾ എല്ലാം എന്താ പറയുക, ഒരു നോർമലായി എല്ലാം അക്സെപ്റ്റ് ചെയ്യാനും പാകത്തിലേക്ക് നിങ്ങൾ നോക്കിയാക്കി എടുക്കുക, അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ടോപ്പിക് എന്ന് പറയുകയാണെങ്കിൽ മൈൻഡ് എന്നുള്ളതാണ്. നമ്മൾ പലയിടത്തുനിന്നും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, മൈൻഡ് ഈസ് എവറിത്തിങ്. നിങ്ങളെ മനസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലതുമാണ്. നമ്മളെ ചിന്തന്റെ ഉറവിടം എന്ന് പറയുന്നത് മൈൻഡ് ഏറ്റവും അടിപൊളിയാക്കിയിട്ടുള്ള സമയത്താണ് ഉണ്ടാവാന്നുള്ളതൊക്കെ. മൈൻഡിനെ കുറിച്ച് പഠിക്കുക എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഇത്ര ആലോചിച്ചാൽ മതി, ഏത് കാര്യം നമ്മളെ ലൈഫിലേക്ക് വരുന്ന സമയത്തും അതിനെ നമ്മൾ എങ്ങനെയാണോ നോക്കിക്കാണുന്നത്, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള മൈൻഡ് സെറ്റ് ആണെങ്കിൽ നർച്ചർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ കാര്യത്തിൽ ഒരു പോസിറ്റീവ് വേയിലാവും. ഇതല്ലെങ്കിൽ നെഗറ്റീവ് ബാക്ക്ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ ആ ഒരു ഇതിലേക്ക് ഫോക്കസ് എടുക്കുന്ന ആണെങ്കിൽ എന്ത് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലും നെഗറ്റീവ് തന്നെ ആയിരിക്കും നമ്മൾ അതിനെ കാണാം. അപ്പൊ അതിനെ പോസിറ്റീവ് ആക്കാൻ പഠിപ്പിക്കാന്നല്ലാണ് നമ്മൾ ഈ മൈൻഡ് സെറ്റിൽ എന്താ പറയുക, മൈൻഡ് റീപ്രോഗ്രാമിംഗ് വഴിയായാലും ഒക്കെ പറയുന്നത്. നമ്മളെ മുതുകാട് സൈഡ് പറഞ്ഞൊരു കോട്ട് ഉണ്ടായിരുന്നു, വെൻ യു മൈൻഡ് വെൻ യു അലോൺ മൈൻഡ് യുവർ തോട്ട്സ്, വെൻ യു ഹാവ് ട്രബിൾ മൈൻഡ് യുവർ ഇമോഷൻ, വെൻ യു ആർ ഇൻ എ ഗ്രൂപ്പ് മൈൻഡ് യുവർ വേർഡ്സ്, വെൻ യു ആംഗ്രി മൈൻഡ് യുവർ ട്രെമ്പർ. ഇപ്പൊ ഞാൻ പറഞ്ഞത്, നമ്മള് ഒറ്റക്കാവുന്ന സമയത്ത് തോട്ട്സിനെ കൺട്രോൾ ശ്രദ്ധിക്കണം. അതുപോലെ എന്തെങ്കിലും ട്രബിളിലാവുന്ന സമയത്ത് നമ്മൾ ഇമോഷൻസിനെയാണ് നോട്ട് ചെയ്യേണ്ടത്. അതുപോലെ ഇപ്പോൾ നമ്മളൊരു ഗ്രൂപ്പിലാവുന്ന സമയത്ത് നമ്മളെ വായിക്കൂടെ എന്ത് വേർഡ്സ് ആണ് പറയുന്നത് എന്നുള്ളത് നോട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞല്ലോ. അതുപോലെ ദേഷ്യത്തിലാവുന്ന സമയത്ത് നമ്മള് ടെമ്പറിന് ശ്രദ്ധിക്കണം എന്ന്. ഈ പറഞ്ഞ നാല് കാര്യങ്ങളും മൈൻഡുമായിട്ട് റിലേറ്റഡ് ആണ്. ഇത് നമ്മൾ ഓരോ നമ്മളെ ലൈഫിൽ വരുന്ന സിറ്റുവേഷൻ ആണ്. ഇനിയും അതിനെക്കുറിച്ച് മൈൻഡിൽ നിന്ന് ഞാനല്ലെന്ന് ക്ലാസ് എടുക്കുന്നത്, അഫ്സൽ സാറിൽ അതിനെക്കുറിച്ച് ഷാറായി പറഞ്ഞ ഓരോ കാര്യങ്ങളായിട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് പല സിറ്റുവേഷനിലും ഇവിടെ വന്നിരിക്കുന്ന ആളുകളല്ലേ. അപ്പൊ നമുക്കൊരു മെഡിറ്റേഷൻ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ മെഡിറ്റേഷനും സെഷനും ഒക്കെ ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അഫ്സൽ സാർ വെൽക്കം ചെയ്യാണ്. വെൽക്കം സർ. താങ്ക് യു മിസ്ന, താങ്ക് യു സോ മച്ച്. ഏതായാലും ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എല്ലാ പ്രാവശ്യവും തുടങ്ങുന്ന പോലെ തന്നെ വിത്ത് ഹോൾ ഹാർട്ടഡ് ഗ്രാറ്റിറ്റ്യൂഡ്, ഓരോരുത്തരുടെയും തിരക്കുകളൊക്കെ മാറ്റിവെച്ച് നമ്മള് ഇപ്പം ഇന്ന് 28ാമത്തെ യൂണിക് ടോക്കാണ്. 28 ആഴ്ചകളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ശനിയാഴ്ചകൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അത് കേൾക്കാൻ കുറച്ച് സമയം ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളായിരിക്കും, എന്നാലും ഒന്ന് കേൾക്കാൻ വന്നിരിക്കുന്നതിൽ സോ ഹാപ്പി, സോ ഗ്രേറ്റ്ഫുൾ. താങ്ക് യു സോ മച്ച്. നമുക്ക് ഇനി നമ്മൾ സാധാരണ ചോദിക്കും പോലെ തന്നെ എല്ലാവരും ഏത് ഡിസ്ട്രിക്റ്റ് നിന്നാണെന്ന് ഒന്ന് കമന്റിൽ മെൻഷൻ ചെയ്യാൻ പറ്റുമോ? ചില ആളുകളുടെ എനിക്ക് അറിയാം, എന്നാലും ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട്. നമ്മളുടെ പ്രോഗ്രാമിന് ജോയിൻ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട് ഇതില്. ഹയ ഫാത്തിമ മലപ്പുറം, ഷമ്മാസ് കാലിക്കറ്റ്, അർജുമോൻ മലപ്പുറം, ഹിബാഖാൻ മലപ്പുറം, ഷിഹാബുദ്ദീൻ കോഴിക്കോട്, സഫുറ കാസർഗോഡ്. മിസ്ന, ഇതാണോ നമ്മൾ ഇന്നലെ ജോയിൻ ചെയ്ത ആള് കാസർഗോഡ് നിന്ന്? അല്ലല്ലേ? ഷാബു റഷീദ് മലപ്പുറം, ഷബാന മലപ്പുറം. ഓക്കെ, ഏതായാലും കുറച്ച് ആൾക്കാർ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഏതായാലും ഇന്ന് നമുക്ക് സർതാജ് കാലിക്കറ്റ് ഷഹല. ഓക്കെ ഓക്കെ, ഇന്നലെ ഓക്കെ, സർതാജ് ഖാന്റെ വൈഫാണ് അല്ലേ? ഇന്നലെ ജോയിൻ ചെയ്തിരുന്നു. ഓക്കെ, താങ്ക് യു. ഖദീജ ബഷീർ കാലിക്കറ്റ്, ആൾക്കാരെന്നാണ്. താങ്ക് യു ഫോർ റെസ്പോണ്ടിങ്. ഇന്ന് നമ്മള് കഴിഞ്ഞ വീക്കിലും ചെയ്ത പോലത്തെ മെഡിറ്റേഷനിൽ കുറച്ചൊന്ന് ഇലാബറേറ്റഡ് ആയിട്ട് JK മേൽപ്പള്ളി കോഴിക്കോട്. ഓക്കെ, താങ്ക് യു ഫോർ റെസ്പോണ്ടിങ്. നമ്മളൊന്ന് റിലാക്സ്ഡ് ആവാൻ വേണ്ടിയിട്ട് ചെറിയൊരു മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്.
കുറച്ച് ഒരു 20 മിനിറ്റ്സ് ഉണ്ടാവും, ഏകദേശം 15 മിനിറ്റ്സ് ഉണ്ടാവും. അപ്പൊ എല്ലാവരും ഒന്ന് നമ്മൾ സാധാരണ പറയുന്ന രീതി ഒന്ന് റിലാക്സ് ആയിട്ട് ഇരിക്കുക. ദാറ്റ് മീൻസ് ഒന്ന് ഒരു ഡിസ്ട്രാക്ഷനോ വേറെ സൗണ്ട് കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലത്താണെങ്കിൽ ഒന്ന് മാറി ഇരിക്കാൻ ശ്രമിക്കുക. എന്നിട്ട് ഇടത് കൈക്ക് മുകളിൽ വലത് കൈ ചേർത്ത് വെച്ചിട്ട് തള്ളവിരൽ കൂട്ടിമുട്ടിച്ചിരിക്കുക കേട്ടോ. ഇങ്ങനെ തള്ളവിരൽ കൂട്ടിമുട്ടിച്ച് റിലാക്സ് ആയിട്ട് ഇരിക്കുക. ചെയറിലൊക്കെ ആണെങ്കിൽ ചാരി ഇരിക്കാൻ പറ്റുക ചാരി ഇരിക്കുക. ഇനി ടേബിളിൽ കൈ വെക്കുകയാണെങ്കിൽ അങ്ങനെ വെക്കാം. മറ്റുള്ള നിങ്ങളെ കഴിയുന്നിടത്തോളം നിങ്ങളുടെ സ്പൈനൽ കോഡ് ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഇരിക്കാൻ ശ്രമിക്കുക കേട്ടോ. സാബിൽ ബ്രോ, കണ്ണുകൾ അടച്ച് സ്വസ്ഥമായിരിക്കും. ഇടതു കൈക്ക് മുകളിൽ വലതു തള്ളവിരൽ കൂട്ടിമുട്ടിച്ച് ഒരു ഊർജബന്ധം സ്ഥാപിക്കണം. നിങ്ങൾക്കിപ്പോൾ ഏറ്റവും സ്വസ്ഥമായ ഒരു അവസ്ഥയിൽ ഇരിക്കാവുന്നതാണ്. ഒരു പൂർണ്ണ റിലാക്സേഷൻ സ്റ്റേറ്റിലേക്ക് കടക്കാൻ നിങ്ങൾ തയ്യാറാവുകയും നിങ്ങളിപ്പോൾ മനസ്സിന്റെ അഗാധതയിലേക്ക് മെല്ലെ റിലാക്സ് ചെയ്ത് കടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ശ്വാസത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാം. ദീർഘശ്വാസം എടുത്തുവിടാവുന്നതാണ്. ശ്വാസം ഉള്ളോട്ടെടുക്കുന്നതും പുറത്തേക്ക് വിടുന്നതും നന്നായിട്ട് ഫീൽ ചെയ്യാൻ സാധിക്കും. ശ്വാസം ഉള്ളോട്ടെടുക്കുമ്പോൾ പ്രപഞ്ച ശക്തിയിൽ നിന്നുള്ള ഒരു പോസിറ്റീവ് ഹീലിംഗ് എനർജി നിങ്ങളുടെ ശരീരത്തിലേക്ക് കടക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ആ എനർജി സ്വർണ്ണ നിറത്തിലുള്ള ഒരു പ്രകാശമായി നിങ്ങളുടെ ശരീരത്തിലാകെ പടർന്നുകൊണ്ടിരിക്കുന്നു. ആ പ്രകാശത്തോടൊപ്പം ഈ പ്രപഞ്ചത്തിൽ നിന്നുള്ള എല്ലാവിധ നന്മകളും നിങ്ങളിലേക്ക് കടക്കുന്നു. നല്ല ചിന്തകൾ, നല്ല സങ്കല്പങ്ങൾ, നല്ല നല്ല ആശയങ്ങൾ എല്ലാം നിങ്ങൾക്കുള്ളിലേക്ക് കടക്കുകയാണ്. മനസ്സിന്റെ ഏറ്റവും ആഴത്തിലുള്ള
ആനന്ദം നുകരാൻ നിങ്ങളെ അനുവദിക്കുന്നു. നിങ്ങളുടെ ശ്വാസം നിങ്ങളുടേതായ താളത്തിൽ നിങ്ങൾക്ക് നിയന്ത്രിക്കാം. ശരീരത്തിൽ എവിടെയെങ്കിലും എന്തെങ്കിലും രോഗമോ വേദനയോ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് സ്വർണപ്രകാശം ആവരണം ചെയ്ത് നിങ്ങൾക്ക് സൗഖ്യം ലഭിക്കുന്നതായി അനുഭവപ്പെടുന്നു. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നിങ്ങൾക്കുള്ളിലെ എല്ലാവിധ നെഗറ്റീവ് ചിന്തകളും നെഗറ്റീവ് വികാരങ്ങളും പുറത്തേക്ക് പോകുന്നു. വീണ്ടും ശ്വാസം ഉള്ളിലേക്കെടുക്കുമ്പോൾ നല്ല ഉന്മേഷവും ഊർജവും നിങ്ങളുടെ ശരീരമാകെ പടരുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടും. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നിങ്ങൾക്കുള്ളിലെ ദേഷ്യവും വെറുപ്പും സങ്കടവും എല്ലാം ഒരു കറുത്ത പുകയായി നിങ്ങളുടെ മൂക്കിലൂടെ പുറത്തേക്ക് വന്ന് തറയിൽ പതിക്കുന്നതായിട്ട് നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യും. ഈ പ്രോസസ് നടക്കുന്നതോടൊപ്പം നിങ്ങളുടെ മനസ്സ് പൂർണ്ണമായും ശുദ്ധീകരിക്കപ്പെട്ടതായിട്ട് നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നുണ്ട്. വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നിങ്ങളുടെ യുവത്വവും പ്രസരിപ്പും വല്ലാതെ വർദ്ധിക്കുന്നു. വർണ്ണപ്രകാശം നിങ്ങളുടെ ഓരോ കോശങ്ങളിലൂടെ സഞ്ചരിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായിട്ട് നിങ്ങൾ അറിയുന്നു. ശരീരത്തിന് ചുറ്റും ഒരു പ്രകാശവലയം സൃഷ്ടിക്കപ്പെട്ടതായി നിങ്ങൾ കാണുന്നുണ്ട്. ആ വലയം എല്ലാവിധ നെഗറ്റീവ് ഊർജങ്ങളിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കും. ശ്വാസം പുറത്തേക്ക് പോകുമ്പോൾ എല്ലാവിധ കുറ്റബോധങ്ങളും നഷ്ടചിന്തകളും ദുഃഖം തരുന്ന എല്ലാ ഓർമ്മകളും ഒരു കറുത്ത പുകയായി പുറത്തേക്ക് വന്ന് അലിഞ്ഞില്ലാതാകുന്നത് നിങ്ങൾക്ക് കാണാം. ഓരോ ശ്വാസമെടുത്ത് പുറത്തേക്ക് വിടുമ്പോഴും നിങ്ങൾ കൂടുതൽ കൂടുതൽ വിശ്രമത്തിലേക്ക് പോകുന്നു. ശരീരത്തിലെ എല്ലാ അവയവങ്ങളും റിലാക്സ് ചെയ്യുന്നതായി നിങ്ങൾ അറിയുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കാലുകളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാം.
അവ പൂർണ്ണമായും റിലാക്സ് ചെയ്യുകയാണ്. കാൽവിരലുകൾ, കാൽപാദങ്ങൾ, കണങ്കാൽ, കാൽമുട്ടുകൾ, തൈസ് എല്ലാം പൂർണ്ണമായും റിലാക്സ് ചെയ്യുകയാണ്. നിങ്ങളുടെ ഇടുപ്പും ഉദരവും നട്ടെല്ലും പുറംഭാഗത്തെ മസിലുകളും എല്ലാം പൂർണ്ണമായും വിശ്രമിച്ചിരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ആന്തരിക അവയവങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാം. ദഹനേന്ദ്രിയങ്ങൾ, കിഡ്നികൾ, പാൻക്രിയാസ്, ലിവർ എല്ലാം പൂർണ്ണ തലത്തിൽ റിലാക്സ് ചെയ്തു. നിങ്ങൾക്കത് ഫീൽ ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ ഹൃദയം, ശ്വാസകോശം എല്ലാം പൂർണ്ണമായും വിശ്രമിക്കുകയാണ്. നിങ്ങളുടെ മുതുകും നെഞ്ചും എല്ലാം റിലാക്സ് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങളുടെ കൈകളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാം. അവ പൂർണ്ണമായും റിലാക്സ് ചെയ്യുന്നു. കൈവിരലുകൾ, കൈപ്പത്തി, കൈമുട്ട് എല്ലാം വിശ്രമിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ വിശ്രമം 10 ഇരട്ടിയായി വർദ്ധിക്കുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട്. നിങ്ങളുടെ കഴുത്തും തോൾഭാഗവും പൂർണ്ണമായും വിശ്രമിക്കുന്നു. നിങ്ങളുടെ ശരീരത്തിൽ നിന്നും വലിയൊരു ഭാരം ഇല്ലാതാകുന്നതായി നിങ്ങൾക്ക് അനുഭവിക്കാം. നിങ്ങളുടെ മുഖം, കവിളുകൾ, താടിയെല്ലുകൾ എല്ലാം പൂർണ്ണമായും വിശ്രമിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ വിശ്രമിക്കുന്നു. കൺപോളകൾക്ക് കനം കൂടുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു. നെറ്റിത്തടം, തലയുടെ മുകൾ ഭാഗം, പിൻഭാഗം എല്ലാം പൂർണ്ണമായും റിലാക്സ് ചെയ്യുന്നു. ചുറ്റുവട്ടത്തുള്ള എല്ലാ ശബ്ദങ്ങളും കൂടുതൽ വിശ്രമത്തിലേക്ക് കടക്കാൻ നിങ്ങളെ സഹായിക്കുന്നു. ഇനി എൻ്റെ ശബ്ദത്തിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഞാൻ 10 വരെ കൗണ്ട് ചെയ്യുമ്പോഴേക്കും നിങ്ങളുടെ വിശ്രമം 100 ഇരട്ടിയായി വർദ്ധിക്കുന്നതാണ്. 1. You are relaxing. 2. Your body is relaxed. 3.
your internal organs are relaxing. Or നിങ്ങൾ കൂടുതൽ റിലാക്സേഷൻ അനുഭവപ്പെടുന്നു. 5, 6, 7, 8, 9, 10. You are completely relaxed. ഇപ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സ് തുറന്നിരിക്കുകയാണ്. പ്രപഞ്ച മനസ്സുമായി നിങ്ങളുടെ മനസ്സ് ലയിച്ചു ചേരുന്നത് നിങ്ങൾ അറിയുന്നു. മെല്ലെ നിങ്ങളുടെ മനസ്സിലേക്ക് ഓർഗിയോനെ കൊണ്ടുവരിക. എല്ലാത്തിനോടും എല്ലാവരോടും പൂർണ്ണമായും ക്ഷമിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. നിങ്ങളെ വേദനിപ്പിച്ചവരും സങ്കടപ്പെടുത്തിയവരും എല്ലാവരെയും നിങ്ങൾ മനസ്സിൽ കൊണ്ടുവന്ന് എല്ലാവർക്കും പൂർണ്ണമായും ക്ഷമിച്ചു കൊടുക്കും. നിങ്ങൾ പൂർണ്ണമായും ശുദ്ധീകരിക്കപ്പെടുകയാണ്. അടുത്തതായി നിങ്ങളുടെ മനസ്സിലേക്ക് അനന്തമായ നന്ദി കൊണ്ടുവരിക. നിങ്ങളുടെ ചുറ്റിലുള്ള എല്ലാത്തിനും അതുപോലെ നിങ്ങളോടും അഗാധമായ നന്ദി പ്രകടിപ്പിക്കും. നിങ്ങൾക്കുള്ളിൽ നന്ദി നിറഞ്ഞ് കവിഞ്ഞൊഴുകുകയാണ്. അടുത്തതായി നിങ്ങളുടെ മനസ്സിലേക്ക് ഉപാധികളില്ലാത്ത സ്നേഹം കൊണ്ടുവരിക. എല്ലാവരെയും നിങ്ങൾ സ്നേഹിക്കുന്നു. നിങ്ങൾ സ്നേഹമായി മാറുന്നു. മെല്ലെ നിങ്ങളുടെ ശ്രദ്ധ മനോഹരമായ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു വീട്ടിലേക്ക് കൊണ്ടുപോവുക. നിങ്ങളിപ്പോൾ ആ വീട്ടുമുറ്റത്താണ് നിൽക്കുന്നത്. ചെരുപ്പ് ധരിക്കാത്തത് കാരണം തറയിൽ നിന്നുള്ള തണുപ്പും തറയിൽ ചവിട്ടുമ്പോൾ ഉണ്ടാകുന്ന അനുഭവവും നിങ്ങൾ വ്യക്തമായി അറിയുന്നുണ്ട്. മെല്ലെ നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ പൂന്തോട്ടത്തിലേക്ക് പതിയുകയാണ്. നിങ്ങൾ ഓരോ അടി വെച്ച് ആ പൂന്തോട്ടത്തിനരികിലേക്ക് അതിലേക്ക് അടുക്കും തോറും പൂക്കളുടെ നിറവും ഗന്ധവും കൂടുതൽ വ്യക്തമായി അനുഭവിക്കാനും ആസ്വദിക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. കുറച്ചു സമയം നിങ്ങൾക്ക് ഈ ജീവിതം ആസ്വദിക്കാം.
ഇപ്പോൾ നിങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നു. എനിക്ക് എന്നിൽ വിശ്വാസമുണ്ട്. എന്നിൽ ധാരാളം ഊർജമുണ്ട്. എന്നിൽ നിന്നും സ്നേഹവും സന്തോഷവും പ്രസരിക്കുന്നു. ആരുമായും നല്ലതുപോലെ ഇടപെടാനുള്ള ആകർഷകമായ കഴിവ് എനിക്കുണ്ട്. എൻ്റെ ഉള്ളിൽ ദിവ്യസ്നേഹവും സൗഖ്യവും സുരക്ഷിതത്വവും അനുഭവപ്പെടുന്നു. എന്തും ചെയ്യാനുള്ള സർഗശക്തിയും പ്രാഗൽഭ്യവും എനിക്കുണ്ട്. ഞാൻ കൂടുതൽ സന്തോഷമുള്ളയാളാകുന്നു. എനിക്കെൻ്റെ ജീവിതത്തിൽ പരിപൂർണ തൃപ്തി അനുഭവപ്പെടും. ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി എൻ്റെ സൃഷ്ടാവിനോട് അറിയിക്കുന്നു. മെല്ലെ നിങ്ങൾക്ക് തിരിച്ചു വരാം. ഒരു ദീർഘശ്വാസം എടുത്തുവിട്ട് ഒരു പുഞ്ചിരിയോടെ കണ്ണുകൾ തുറക്കാം. ജിസ്ന, അന്നത്തെ മെഡിറ്റേഷൻ കുറച്ച് നീണ്ടുപോയോ? കുറച്ചില്ലേ? ഓക്കെ, ഞാന് എല്ലാ മേഖലയിലും ഒന്ന് ടച്ച് ചെയ്ത് പോയതായിരുന്നു കേട്ടോ. ഫോർഗീവ്നെസ്സും ഗ്രാറ്റിറ്റ്യൂഡും അൺകണ്ടീഷണൽ ലവും നമ്മുടെ എല്ലാ ബോഡി പാർട്സിലും ഒക്കെ ഒന്ന് ടച്ച് ചെയ്ത് പോയതായിരുന്നു. ആരെങ്കിലും ഉറങ്ങിപ്പോയോ? പക്ഷെ നീണ്ടു പോയതുകൊണ്ട് ഓക്കെ അല്ലേ? ഏതായാലും ഇന്ന് നമ്മള് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്, നാളെ ഇപ്പൊ നമ്മളുടെ യുണീക്നെസ് ഫെസ്റ്റ് ഒക്കെ നടക്കുകയാണല്ലോ. അപ്പൊ അതിലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു ഐഡിയ കൊടുക്കുക എന്നുള്ള രീതിയിലാണ് ഇന്നത്തെ സെഷൻ പോകുന്നത്. സെഷൻ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ എല്ലാവരും യുണീക്ക് ആവണം, അല്ലെങ്കിൽ നമ്മളെല്ലാവരും വ്യത്യസ്തരാവാനൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അല്ലെ? ഒന്നും കൂടെ പറ്റുന്നവരൊക്കെ ഒന്ന് വീഡിയോ മോഡിൽ വരിട്ടോ. മുർഷിദ മാം എത്തിയിട്ടുണ്ട് അല്ലെ? ഷിയാബുദ്ദീൻ സാറിനെ കാണുന്നുണ്ട്, വിസ്നുവിനെ കാണുന്നുണ്ട്, ബാക്കിയുള്ളവരൊന്നും കാണില്ലല്ലോ. ഹിബ ഖാൻ, താങ്ക് യു ഫോർ കമ്മിങ് ഇൻ ദ വീഡിയോ മോഡ്. വേറെ ആരെങ്കിലും പറ്റുന്നവരൊക്കെ ഒന്ന് വീഡിയോ മോഡിൽ വരട്ടെ. അധികം ആൾക്കാരും ഉറക്കിന്റെ ഇടയിൽ കയറിയായിരിക്കും അല്ലെ? ആയിക്കോട്ടെ. ഏതായാലും ഇന്ന് ഞാനിപ്പോ ഇങ്ങനെ ഒരു എലാബറേറ്റഡ് മെഡിറ്റേഷൻ ഒക്കെ ചെയ്യാൻ കാരണം, നമ്മളെല്ലാവരും യുണീക്ക് ആവണം അല്ലെങ്കിൽ വ്യത്യസ്തരാവണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മളാരും വ്യത്യസ്തരാവാൻ വേണ്ടി ശ്രമിക്കണ്ട, നമ്മളായാൽ മതി. ദാറ്റ് മീൻസ് നമ്മൾ ജന്മനാ തന്നെ എല്ലാ മനുഷ്യന്മാരും വ്യത്യസ്തരാണ്. ഞാനത് പറയാൻ കാരണം, നമ്മളെ ഓരോരുത്തരും ജനിക്കുന്ന സമയത്ത് തന്നെ ഇപ്പൊ ഈ ലോകത്തിൽ ഏകദേശം 800 കോടിയോളം ജനങ്ങളുണ്ട്. ആ ജനങ്ങൾക്ക് എല്ലാവർക്കും വ്യത്യസ്തമായിട്ടുള്ള വിരലടയാളങ്ങളും കൃഷ്ണമണിയും DNA ഒക്കെ കൊടുക്കാൻ നമ്മളെ സൃഷ്ടാവിന് കഴിവുണ്ടെങ്കിൽ, എല്ലാ മനുഷ്യന്മാർക്കും വ്യത്യസ്തമായിട്ടുള്ള ചില കഴിവുകളും ചില പേർപ്പസും കൊടുത്തിട്ടുണ്ട്. ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് ഓഫ് പേർപ്പസ് ആണ് ഉണ്ടാവുക. അപ്പോ
ആ പേർപ്പസിലേക്ക് കണക്ട് ആവാതിരിക്കുന്നത്, ദാറ്റ് മീൻസ് നമ്മളെ കുറിച്ച് അറിയാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് നമ്മളെ കൺവേർട്ട് ചെയ്യുന്ന ചില ശീലങ്ങളുണ്ട് നമ്മളുടെ ജീവിതത്തിൽ. നമ്മൾ ചെറുപ്പത്തിലൊക്കെ എല്ലാ കാര്യങ്ങളും പഠിക്കാനും ചോദിച്ചറിയാനും എന്തും സ്വീകരിക്കാൻ റെഡി ആയിട്ടിരിക്കുന്ന നമ്മള് ചെറുപ്പത്തിൽ നിന്ന് നമ്മൾ ഇങ്ങനെ ഓരോ പ്രായം വർദ്ധിക്കും തോറും നമ്മളുടെ മനസ്സിലേക്ക് ഒരുപാട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കയറി പോകുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പോ ചെറുപ്പത്തിൽ തന്നെ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ ഏഹ്, ഒരു ഇഷ്ടത്തോടെ വരയ്ക്കാൻ ആഗ്രഹമുള്ള ഒരു കുട്ടിയാണെങ്കിൽ നല്ല രീതിയിൽ ഇപ്പം പെയിന്റിങ് അല്ലെങ്കിൽ ആ ഒരു സ്കില്ല് ജന്മനാ കിട്ടിയിട്ടുള്ള ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടി സ്റ്റാർട്ടിങ്ങിൽ തന്നെ ചെയ്യുക എന്താണ്, വീട്ടിലെ മതിലുമ്മലായിരിക്കും ഫസ്റ്റ് വരച്ച് പഠിക്കുക. സ്റ്റാർട്ട് ചെയ്യുക മതിലിലായിരിക്കും. പക്ഷേ ആ കുട്ടി ആ വരയ്ക്കാൻ തുടങ്ങുന്ന സമയത്ത് മിക്ക വീട്ടിലും സംഭവിക്കുന്ന ഒരു കാര്യമാണ്, ഇനി എങ്ങാനും ഈ ആ മതിൽമേൽ വരച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ആ ക്രയോൺസോ കളറോ വാങ്ങി വെക്കും, അല്ലെങ്കിൽ ചീത്ത പറയും. എന്തെങ്കിലും ക്രിറ്റിസിസം ബേസ്ഡ് ആയിട്ടുള്ള മോശമായിട്ടുള്ള രീതിയിലായിരിക്കും അവതരിപ്പിക്കുക. അങ്ങനെ ആവുന്ന സമയത്ത് പക്ഷെ ചില പേരൻസിന് അടി കിട്ടിയിട്ടുണ്ട് ഇതില്. ഓക്കെ ഓക്കെ, ഞാൻ ജസ്റ്റ് ഒറ്റ ഒരു എക്സാമ്പിൾ പറയട്ടെ. ദാറ്റ് മീൻസ് ഒരു വരയ്ക്കാൻ കഴിവുള്ള കുട്ടി എന്ന് പറയുന്ന സമയത്ത് ഒരിക്കലും ഒരു പെയിന്റർ ആവുക, ആർട്ടിസ്റ്റ് ആവുക എന്നുള്ളത് മാത്രമല്ല, അത് ആ ഒരു വിഷ്വൽ ഓർ സ്പേഷ്യൽ ഇന്റലിജൻസ് ഹൈ ആയിട്ടുള്ള കുട്ടികളാണ് ഈ രീതിയിൽ ചെറുപ്പത്തിലെ നല്ല രീതിയിൽ വരച്ചു തുടങ്ങുന്നത്. ദാറ്റ് മീൻസ് വലിയ ട്രെയിനിങ് കിട്ടാതെ തന്നെ അവർ അത്യാവശ്യം അവർ കണ്ട ഇമേജസ് ഒക്കെ അവർക്ക് അവരുടെ വരയ്ക്കുന്ന സമയത്ത് പുറത്തു കൊണ്ടുവരാൻ പറ്റും. അങ്ങനെയുള്ള ആളുകൾക്ക് അങ്ങനെയുള്ള ആളുകളാണ് ശരിക്ക് ഇപ്പൊ നമ്മൾ പറയല്ലേ ബുർജ് ഖലീഫ. ബുർജ് ഖലീഫ ഏകദേശം 1 കിലോമീറ്റർ നീളമുള്ള ഒരു ബിൽഡിംഗ് ആണ്. പക്ഷെ അത് ശരിക്കും ഒരു മനുഷ്യന്റെ മനസ്സിൽ വന്നിട്ട് ആ മനുഷ്യൻ ആദ്യം മനസ്സിൽ കണ്ട കാര്യം ചിത്രമാക്കി വരച്ചതിന് ശേഷമാണ് എന്തായിട്ട് വന്നത്, ഒരു പ്രൊഡക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് ആയിട്ട്, അത്രയും ലോകത്തിലെ വൺ ഓഫ് ദി ടോളസ്റ്റ് ബിൽഡിംഗ് ആയിട്ട് ലോകത്തിലേക്ക് വന്നത്. ഇതേപോലെ തന്നെ ഒരു സിവിൽ എഞ്ചിനീയർ, ആർക്കിടെക്ട്, ഇന്റീരിയർ ഡിസൈനർ, ഗ്രാഫിക് ഡിസൈനർ, ഫാഷൻ ഡിസൈനർ തുടങ്ങിയിട്ട് ഒരുപാട് മേഖലകളിലേക്ക് പോകാനുള്ള ഒരു സ്കില്ലാണ് ശരിക്കും ആ ഒരു വിഷ്വൽ ഓർ സ്പേഷ്യൽ ഇന്റലിജൻസ് ഓർ ഇന്റലിജൻസ്. ഞാൻ ശരിക്കും ഇന്ന് ആ ഇന്റലിജൻസിനെ കുറിച്ചല്ല പറയാൻ വരുന്നത്. ദാറ്റ് മീൻസ് എല്ലാ മനുഷ്യന്മാരിലും വ്യത്യസ്തമായിട്ടുള്ള ഇന്റലിജൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് നമ്മളായിട്ടിരിക്കാൻ സമ്മതിക്കാത്ത ചില ഫാക്ടേഴ്സ് നമ്മളുടെ ലൈഫിൽ നടക്കുന്നുണ്ട്. അത് ശരിക്കും ഞാൻ പറയുകയാണെങ്കിൽ നമ്മളുടെ ഉള്ളിലേക്ക് ശരിക്ക് നമ്മളെല്ലാവരും ഒരു കാര്യം ചിന്തിച്ചു കഴിഞ്ഞാല് ഈ ലോകത്തില് നമ്മളുടെ ചുറ്റുവട്ടത്തുള്ള നമ്മൾ ഒരു റൂമിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ റൂമിന്റെ ചുറ്റിനുള്ള എല്ലാ കാര്യങ്ങളും, ശരിക്കും നമ്മളിപ്പോ ഇവിടെ 22 ആൾക്കാരാണ് ഇപ്പൊ ഇരിക്കുന്നത്. പക്ഷെ നമ്മൾ ഇരിക്കുന്ന ആ ചുറ്റുവട്ടം ശ്രദ്ധിച്ചു നോക്കിയാൽ നമ്മളുടെ ചിന്തകൾ മാത്രമല്ല ആ ചുറ്റുവട്ടത്തിൽ ഉണ്ടാവുക. കാരണം എന്തുകൊണ്ടാണ്, ആ റൂമിലുള്ള ഓരോ സാധനങ്ങളും നമ്മളിപ്പം നേരിട്ട് സംസാരിക്കുന്ന, ഇപ്പം ലാപ്ടോപ്പ് ആയിക്കോട്ടെ, ഈ സൂം കണ്ടുപിടിച്ചതായിക്കോട്ടെ, ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ കാര്യങ്ങളും, ഇപ്പൊ ഷർട്ട്, ബട്ടണ്, വാച്ച് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും, നമ്മൾ റൂമിൽ കിടക്കുന്ന ബെഡ്, കട്ടിൽ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഓരോ മനുഷ്യന്മാരുടെ ചിന്തയിലാണ് ആദ്യം വന്നിട്ടുള്ളത്. ആ ചിന്തയിൽ വന്നിട്ടുള്ള കാര്യം പിന്നീട് അതൊരു പ്രൊഡക്റ്റ് ആയിട്ട് മാറിയതാണ്. ഇതെല്ലാവരും നമ്മൾ കേൾക്കാറുണ്ട്, ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്നുള്ള സംഭവം നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷെ ആ ചിന്തയിലേക്ക്, നമ്മളുടെ ട്രൂ സെൽഫിലേക്ക്, നമ്മളുടെ പേർപ്പസിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്തത്, നമ്മളുടെ മനസ്സിലൊക്കെ ഇപ്പൊ നോർമലി ഇപ്പൊ ഒരു ഇലക്ട്രിസിറ്റിനെ പറ്റിയോ അല്ലെങ്കിൽ ഒരു പുതിയ എന്തെങ്കിലും ഒരു കാര്യത്തിനെ പറ്റി നമ്മളുടെ മൈൻഡിൽ വരാത്തതിന്റെ കാരണം നമ്മൾ പല രീതിയിൽ നമ്മളുടെ മൈൻഡ് അല്ലെങ്കിൽ നമ്മളുടെ മനസ്സ് പ്രോഗ്രാംഡ് ആയി പോയിട്ടുണ്ട്. പ്രോഗ്രാംഡ് ആയിട്ട് പോയെന്ന് പറഞ്ഞാല് നമ്മൾ ഇത്രയും കാലത്തിനിടയിൽ എത്ര കാലം നമ്മൾ ജീവിച്ചിട്ടുണ്ടോ അത്രയും കാലത്തിനിടയിൽ നമ്മൾ സോറി അതിനിടയിൽ മ്യൂട്ടായി പോയിരുന്നു. നമ്മൾ കണ്ടതും കേട്ടതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളുടെ ഉപബോധ മനസ്സിലേക്ക് അത് സേവ് ചെയ്യപ്പെടുന്നുണ്ട്.
ഒട്ടുമിക്ക സമയത്ത് സോഷ്യൽ മീഡിയയിൽ മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു നോക്കിയിട്ട് ദാറ്റ് മീൻസ് ഇപ്പോൾ വാട്സപ്പ് സ്റ്റോറി ആയിക്കോട്ടെ, സ്റ്റാറ്റസ് ആയിക്കോട്ടെ, ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ആയിക്കോട്ടെ, റീൽസ് ആയിക്കോട്ടെ, അതൊക്കെ കാണുന്ന സമയത്തും മറ്റുള്ള മനുഷ്യന്മാരെ ജീവിതത്തിൽ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കി ഇങ്ങനെ നടക്കുകയാണ്. ദാറ്റ് മീൻസ് ആ നോക്കി നടക്കുന്നതിന്റെ ഇടയിൽ കൂടെ ഇൻസ്റ്റാഗ്രാമുകാർ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ഒരുപാട് പ്രൊഡക്റ്റുകളുടെ അവരുടെ മീൻസ് അവര് ത്രൂ ഇൻസ്റ്റാഗ്രാം ത്രൂ പ്രൊഡക്റ്റുകൾ സെല് ചെയ്യുന്ന ആളുകളുടെ പ്രൊഡക്റ്റുകളും അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ അഡ്വർടൈസ്മെന്റ് ആയിട്ട് ഇങ്ങനെ പ്ലേസ് ചെയ്യപ്പെടും. ദാറ്റ് മീൻസ് ഒരു വലിയൊരു കൺസ്യൂമർ മൈൻഡ് സെറ്റ് ഉള്ള ഒന്നും സ്വന്തമായിട്ട് സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കാത്ത രീതിയിൽ മനുഷ്യന്മാരെ ചെറിയ നാരോ മൈൻഡ് സെറ്റോട് കൂടി നിർത്തിയിട്ട് കൺസ്യൂമേഴ്സിനെ കൂടുതൽ വളർത്തിയെടുക്കുക എന്നുള്ള ഒരു ചിന്താഗതിയോട് കൂടിയിട്ടാണ് ഈ ലോകം മൊത്തം പ്രോഗ്രാംഡ് ആയിട്ടുള്ളത്. ദാറ്റ് മീൻസ് ഓൺലി ഒരു ചെറിയൊരു ശതമാനം, 1% മനുഷ്യന്മാർ മാത്രമേ എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ ഈ ലോകത്തിലേക്ക് കൊടുക്കുന്നുള്ളൂ. ഓൺലി 1% എന്ന് വേണമെങ്കിൽ പറയാം. 99% ആൾക്കാരും ഹിസ്റ്ററി റീഡേഴ്സ് ആണ്. ഹിസ്റ്ററി റീഡേഴ്സ് മീൻസ് കൺസ്യൂമർ മൈൻഡ് സെറ്റോട് കൂടിയിട്ട് ജീവിക്കുന്ന മനുഷ്യന്മാരാണ്. ദാറ്റ് മീൻസ് ഓൾറെഡി ഈ ലോകത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് അത് ആ നോർമലായിട്ട് അവരുടെ ഭാഗത്തു നിന്ന് ഒരു കോൺട്രിബ്യൂഷൻ ഇല്ലാത്ത രീതിയിൽ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്ന മനുഷ്യന്മാരാണ് 99% ആളുകളും. അപ്പൊ നമ്മൾക്ക് ഒരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാല്, ഈ ലോകത്തിലേക്ക് എല്ലാ സാധനങ്ങളും സൃഷ്ടിക്കുന്നത് ശരിക്കും മനുഷ്യന്മാരല്ല. നമ്മൾക്കും അറിയുന്ന കാര്യം തന്നെയാണ്. നമ്മൾ സ്പിരിച്വൽ റെലമെന്റ് നോക്കുകയാണെങ്കിൽ നമ്മളുടെ സൃഷ്ടാവ്, നമ്മളുടെ എല്ലാവരുടെയും സൃഷ്ടാവ് അല്ലെങ്കിൽ ക്രിയേറ്റർ ആണ് ഈ ലോകത്തിൽ എല്ലാ സാധനങ്ങളും സൃഷ്ടിക്കുന്നത് ഈ ഭൂമിയിലേക്ക്. പക്ഷെ അതെങ്ങനെയാണ് സൃഷ്ടിക്കുന്നത്? ഈ സൃഷ്ടിക്കുന്നത് മാത്രമല്ല, മറ്റുള്ള മനുഷ്യന്മാർക്ക് സഹായമായിട്ട് മാറുന്നതും ദൈവം അല്ലെങ്കിൽ പടച്ചോൻ നേരിട്ട് ഒന്നും ഇറങ്ങി വന്നിട്ട് സാധനങ്ങൾ സൃഷ്ടിക്കുക മനുഷ്യന്മാരെ സഹായിക്കുകയല്ല ചെയ്യുന്നത്. അതിൻ്റെ ഇടയിലാണ് മനുഷ്യന്മാർക്ക് ചിന്തിക്കാനുള്ള കഴിവ് കൊടുത്തിട്ടുള്ളത്. ആ ചിന്തിക്കുന്ന മനുഷ്യന്മാർക്ക് ആ ഡിവൈൻ കോൺഷ്യസ്നെസ്സിലേക്ക് ടച്ച് ചെയ്യുന്ന സമയത്ത് ആ ആളുകളുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഒരു സാധനം ഈ ഭൂമിയിലേക്ക് സൃഷ്ടിക്കപ്പെടേണ്ടതുണ്ട്. അപ്പോ അതിനുള്ള ഐഡിയകൾ കൊടുക്കുകയും ആ ഐഡിയകൾ റിസീവ് ചെയ്തുകൊണ്ട് ലൈഫിൽ ഇംപ്ലിമെന്റ് അത് വിശ്വസിച്ചുകൊണ്ട്, ഒരു ലോകത്തിലില്ലാത്തൊരു സാധനമാണ്, പക്ഷെ ആ സാധനം എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, ഞാൻ എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ. ആ നമ്മൾ പറയാറുണ്ട് മൈൻഡ് ഈസ് ദ ലിമിറ്റ് എന്ന് പറയാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾക്ക് വിശ്വാസമില്ലാത്ത ഒരു സാധനം, നമ്മൾക്ക് മനസ്സിൽ കാണാൻ പറ്റാത്ത ഒരു സാധനവും ഈ ഭൂമിയിലില്ല. ഇപ്പോൾ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ മനസ്സിൽ കണ്ടിട്ടുള്ള സാധനം മാത്രമേ ഈ ലോകത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളൂ. അപ്പൊ എന്താ സംഭവിച്ചാല്, നമ്മളുടെ ആ ഇൻറ്റ്യൂഷനിലേക്ക്, സിക്സ്ത് സെൻസ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾക്ക് ആ പുതിയ കാര്യങ്ങളെ കുറിച്ചുള്ള ഇപ്പൊ സർവീസുകൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ പ്രൊഡക്റ്റുകൾ ആയിക്കോട്ടെ, അത് നമ്മളുടെ ഭൂമിയിലേക്ക് ഇറങ്ങുന്നത് നമ്മളുടെ മനസ്സിലേക്കാന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അത് നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ ഉപബോധ മനസ്സുമായിട്ട് കൺട്രോൾഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ പറയാൻ കാരണം, കോൺഷ്യസ് മൈൻഡ് ഉണ്ട്, സബ് കോൺഷ്യസ്, 2 തരത്തിലുള്ള മനസ്സുണ്ട് ഓരോ മനുഷ്യന്മാർക്കും. ആ കോൺഷ്യസ് മൈൻഡിനെ കൺട്രോൾ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മളുടെ സെൻസസ്, നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറയും. നമ്മൾക്ക് കാണാനും കേൾക്കാനും ശ്വസിക്കാനും രുചിക്കാനും, ശ്വസിക്കാൻ മീൻസ് സ്മെല് ചെയ്യാനും രുചിക്കാനും തൊട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവുകൾ ത്രൂ ആണ് ഈ ഭൂമിയിലേക്കുള്ള ഈ നമ്മളുടെ കോൺഷ്യസ് മൈൻഡിന്റെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യപ്പെടുന്നത്. പക്ഷെ അതിന്റെ പുറത്തുള്ള ഒരു മെത്തേഡാണ് എന്ത്, നമ്മൾ സിക്സ്ത് സെൻസ് അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് എന്ന് പറയുന്ന സംഭവം, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്ന സംഭവം. ആ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മൾ എല്ലാ കാര്യങ്ങളും അവെയർ ആവുന്നതും നമ്മൾ ഫീൽ ചെയ്യുന്നതും ഈ 5 സെൻസസ് ത്രൂ ആണെങ്കിലും, ആ സെൻസിന്റെ പുറത്തേക്കുള്ള സിക്സ്ത് സെൻസിലേക്ക് നമുക്ക് ടച്ച് ചെയ്യണമെങ്കിൽ നമ്മൾ ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനെ ടച്ച് ചെയ്യാൻ സമ്മതിക്കാത്ത നമ്മളെ ലൈഫിൽ നിന്ന് ഒഴിവാക്കപ്പെടേണ്ട കാര്യങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു ദാറ്റ് മീൻസ് ഒരു ഡിസ്ട്രാക്ഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ കുറിച്ച് ചിന്തിക്കാതെ മറ്റുള്ളവരെ കുറിച്ച് മാത്രം എല്ലാ സമയത്തും ചിന്ത കേന്ദ്രീകരിക്കാനുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ റൺ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെയുള്ള ഒരു കാര്യമാണ് സെൽഫ് വർത്ത് ഇല്ലായ്മ. ദാറ്റ് മീൻസ് സ്വയത്തെ പറ്റി ഒരു നല്ലൊരു ചിന്തയോ അല്ലെങ്കിൽ എനിക്കും ഒരുപാട് കാര്യങ്ങൾ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളൊരു ചിന്തയില്ലാതെ എല്ലാ സമയത്തും സെൽഫിനെ കുറിച്ച് ഇങ്ങനെ
എനിക്ക് കഴിവുകളൊന്നുമില്ലല്ലോ, എന്നെ കാണാൻ ഭംഗിയൊന്നുമില്ലല്ലോ, അല്ലെങ്കിൽ ആ രീതിയിൽ ഇപ്പം എന്റെ സാമ്പത്തികം ഓക്കെ അല്ലല്ലോ, ഞാൻ അത്ര പൈസ ഉള്ള ഫാമിലി നല്ലല്ലോ എന്നുള്ള രീതിയിൽ ഒരുപാട് ലിമിറ്റിംഗ് തോട്ട്സുകൾ നമ്മളുടെ ലൈഫിലുണ്ട്. ആ തോട്ട്സുകളൊക്കെ നമ്മളെ ഈ സിക്സ്ത് സെൻസിലേക്ക് ടച്ച് ചെയ്യുന്നതിന് ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ഒരുപാട് ബ്ലോക്കുകൾ ഉണ്ട്. ബ്ലോക്കുകൾ എന്ന് പറഞ്ഞാൽ ലൈഫിൽ ഓരോ മനുഷ്യന്മാർക്കും ഉണ്ടാകുന്ന 5 തരത്തിലുള്ള ബ്ലോക്കുകളാണ്. ഒന്ന് എഡ്യൂക്കേഷണൽ ബ്ലോക്ക്, ഒന്ന് ഫിനാൻഷ്യൽ ബ്ലോക്ക്, ഒന്ന് സോഷ്യൽ ബ്ലോക്ക്, അതേപോലെ സ്പിരിച്വൽ ബ്ലോക്ക്, ഹെൽത്ത് ബ്ലോക്ക്. നമ്മളുടെ എല്ലാ സെഷനിലും പറയുന്ന കാര്യങ്ങളാണ്. നമ്മളുടെ എല്ലാ ഡയമെൻഷൻസിലും നമുക്ക് ബ്ലോക്കുകൾ ഉണ്ടാവാറുണ്ട്. ദാറ്റ് മീൻസ് ഹെൽത്ത്, വെൽത്ത്, റിലേഷൻഷിപ്പ്, സ്പിരിച്വാലിറ്റി തുടങ്ങിയിട്ട് ആ ബ്ലോക്കുകളെ നമ്മൾ ഒഴിവാക്കാൻ നമ്മൾ റെഡി ആണെങ്കിൽ മാത്രമേ നമുക്ക് ആ സിക്സ്ത് സെൻസിലേക്ക് എത്തിപ്പെടാനും നമ്മളുടെ ട്രൂ സെൽഫിൽ ടച്ച് ചെയ്യാനും നമ്മളെ കൊണ്ട് നമ്മൾ ശരിക്കും പറയില്ലേ, എവ്രി വൺ ഇൻ ദിസ് വേൾഡ് ആർ ദി റെപ്രസെന്റേറ്റീവ്സ് ഓഫ് ഗോഡ്, അല്ലെങ്കിൽ മനുഷ്യന്മാര് ഖലീഫമാരാണെന്ന് പറയാറുണ്ട്. ഖലീഫമാരാണെന്ന് പറയാൻ കാരണം ഈ ഭൂമിയിലേക്ക് എന്ത് തന്നെ സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും അത് മനുഷ്യന്മാര് ത്രൂ ആണ് സൃഷ്ടിക്കപ്പെടുന്നത്. അതേപോലെ തന്നെ മറ്റുള്ള മനുഷ്യന്മാർക്ക് സഹായമായിട്ട് മാറേണ്ടതും മനുഷ്യന്മാര് തന്നെയാണ്. ദാറ്റ് മീൻസ് ഏതെങ്കിലും ഒരു ദൈവത്തിനിപ്പം അല്ലെങ്കിൽ ഡിവൈൻ ഫോഴ്സിനിപ്പം ആരെങ്കിലും ഒന്ന്, യൂണിവേഴ്സിനിപ്പം ആരെങ്കിലും ഒന്ന് സഹായിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ മനുഷ്യന്മാർക്ക് സഹായം എത്തിക്കുന്നത് എങ്ങനെയാണ്? മറ്റുള്ള മനുഷ്യന്മാരുടെ ചിന്തകളിലേക്ക് ആ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മനുഷ്യനൊന്ന് സഹായിച്ചു കൊടുത്തേക്ക് എന്നുള്ള ഒരു ചിന്ത കൊടുക്കുകയും ആ ചിന്തയിൽ നിന്നാണ് സഹായം എത്തുന്നത്. ഇതേപോലെ തന്നെയാണ് ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യന്മാരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഈ എല്ലാ പ്രൊഡക്റ്റുകളും ഈ ഭൂമിയിൽ വന്നത്. ഇപ്പൊ നമ്മളിപ്പോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സൂം സെഷൻ പോലും അത് എങ്ങനെ എവിടുന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്? ഞാൻ അധിക സെഷനിൽ പറയുന്ന ഒരു കാര്യമാണ്. നമ്മൾ ആദ്യമായിട്ട് നമ്മൾക്ക് അറിയ പോലും ഇല്ലായിരുന്നു മറ്റൊരു സ്ഥലത്തുള്ള ആളുമായിട്ട് ഒരു ഡയറക്ട്ലി ഇപ്പം വയറൊന്നും ഇല്ലാതെ കണക്ട് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു കാര്യം അറിയില്ല. പണ്ടൊക്കെ കത്ത് എഴുതി അയക്കാറായിരുന്നു. 20 ദിവസമൊക്കെ എടുക്കുകയായിരുന്നു ഗൾഫിലേക്ക് ഒരു കത്തൊക്കെ എഴുതി അയച്ചു കഴിഞ്ഞാൽ. ആ 20 ദിവസമൊക്കെ എടുക്കുന്ന ഒരു പ്രോസസ്സിനെ ഏതോ ഒരു മനുഷ്യൻ ചിന്തിച്ച് ഇങ്ങനെ ഇത്രയും ദിവസം എടുത്ത് ചെയ്യുന്ന ഒരു കാര്യത്തിന് ഞാൻ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് മനുഷ്യന്മാർക്ക് ഒരു സഹായമായിട്ട് മാറില്ല, ആ ടൈം സേവ് ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ള ചിന്തയിൽ നിന്നാണ് എന്ത് വന്നത്? ടെലിഫോൺ. നമ്മൾ കറക്കി വിളിക്കുന്ന, നമ്മളിപ്പോ ഇവിടുന്ന് ഒരു കോൾ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഏരിയയിലുള്ള ടവറിൽ പോയി ടച്ച് ചെയ്ത്, ഫസ്റ്റ് ലാൻഡ് ഫോൺ ആയിരുന്നു, പിന്നീട് അത് ഇങ്ങനെ കീപാഡ് ഒക്കെ ഉള്ള ഫോണായിട്ട് മാറി, പിന്നെ അത് സ്മാർട്ട് ഫോൺ ആയിട്ട് മാറി, പിന്നെ ഇപ്പം വിർച്വൽ റിയാലിറ്റി എന്നുള്ള രീതിയിലേക്ക്. അതൊക്കെ എങ്ങനെയാണ് വന്നത്? ഇപ്പം നമ്മൾ ഒരു കോൾ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ അടുത്തുള്ള ടവറിൽ പോയി ടച്ച് ചെയ്ത് ആ ടവറിൽ നിന്ന് സാറ്റലൈറ്റ് പോയിട്ട് സാറ്റലൈറ്റിൽ നിന്ന് നമ്മൾ ആരെയാണോ വിളിക്കുന്നത് ആ ആളെ ഏത് ഏരിയയിലാണുള്ളത് ആ ടവറിൽ പോയി ടച്ച് ചെയ്തിട്ട് അവരുടെ ഫോണിലേക്ക് കോൾ വരികയാണ്. അപ്പൊ ഇത്രയും വലിയ പ്രോസസ്സാണ് വിത്തിൻ സെക്കൻഡ്സ് നടക്കുന്നത്. അപ്പോ ഈ രീതിയിലുള്ള തോട്ട്സും മനുഷ്യന്മാർക്ക് സഹായകരമായിട്ടുള്ള പ്രൊഡക്റ്റുകളും സർവീസുകളും ഈ സൂം സെഷൻ പോലും നമ്മൾ ചെയ്യുന്നത് അതിന്റെ ഇന്നോവേഷൻസ് ആണ്. ആ കോള് ചെയ്യാൻ പറ്റുന്നുള്ള സാഹചര്യത്തിൽ നിന്ന് നമ്മളിപ്പോ ആ കൊറോണ ടൈമൊക്കെ വന്ന സമയത്ത് എല്ലാ ബിസിനസ്സും ബ്ലോക്കായി, ഒരു പരിപാടി നടക്കൂല എന്നുള്ള ഒരു തോട്ടിൽ നിന്ന് ആ സമയത്ത് പോലും ഏതോ ഒരു മനുഷ്യൻ ചിന്തിച്ച് ഇതിപ്പോ ഇങ്ങനെ ഇപ്പം നേരിട്ട് കണ്ട് സംസാരിക്കാനും മീറ്റിംഗ് നടത്താനും പറ്റൂല എന്ന് വിചാരിച്ചിട്ട് അതിന് പകരമായിട്ട് എന്തെങ്കിലും ഒരു സഹായമായിട്ട് മാറാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാലോ എന്നുള്ള രീതിയിലുള്ള ചിന്തയിൽ നിന്നാണ് എന്ത് വന്നത്? ഗൂഗിൾ മീറ്റും, അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റ് ഒക്കെ മുന്നേ അതിന്റെ ബേസിക് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ കൂടുതൽ ആളുകളിലേക്ക് ഈ ഗൂഗിൾ മീറ്റും സൂമും ഒക്കെ എത്തിപ്പെട്ടത് എപ്പോഴാണ്? ആ പ്രോബ്ലം അല്ലെങ്കിൽ ആ കൊറോണ എന്ന ഒരു ഫേസ് വന്ന സമയത്താണ്. ദാറ്റ് മീൻസ് ഏതൊരു നിമിഷത്തിലും നമ്മളുടെ പ്രോബ്ലംസ്, എന്ത് പ്രോബ്ലംസ് ലൈഫിൽ ആ പ്രോബ്ലംസിലും ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് ആ ഓപ്പർച്യൂണിറ്റിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ നമ്മളുടെ മനസ്സിനെ പ്രോഗ്രാം ചെയ്തിട്ട് എത്തിക്കുന്ന പ്രോസസ്സിനാണ് ശരിക്കും മൈൻഡ് റീപ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. അതിൽ നമ്മളുടെ മൈൻഡിൽ ഒരുപാട്, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ഒരു വരയ്ക്കാൻ കഴിവുള്ള കുട്ടിയെ ചെറുപ്പത്തിലെ ബ്ലോക്ക് ചെയ്യുന്ന സമയത്ത് ആ കുട്ടിയുടെ മനസ്സിൽ ആ ഒരു സ്കില്ലിനോടുള്ള, ദാറ്റ് മീൻസ് പിന്നീട് ആ സ്കില്ലിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് ആ കഴിവൊന്നുമില്ല, അല്ലെങ്കിൽ ചെറുപ്പത്തിലെ ആ ഒരു ബ്ലോക്ക് പാരന്റ്സിന്റെ ഇടയിൽ നിന്നൊക്കെ ആ രീതിയിലുള്ള ഒരു ക്രിറ്റിസിസം കിട്ടുന്ന സമയത്ത് ചില കുട്ടികളുടെ മനസ്സിൽ അതൊരു ബ്ലോക്ക് ആയിട്ട് കയറി പോകാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള
ചെറുപ്പത്തിലെ നമ്മളുടെ മനസ്സിലേക്ക് കയറിപ്പോയിട്ടുള്ള ബ്ലോക്കുകൾ കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക അറിയാം? ആ വിഷ്വൽ ഓർ സ്പേഷ്യൽ ഇന്റലിജൻസ് ഉള്ള കുട്ടി, ഞാനിപ്പോ നേരത്തെ പറഞ്ഞ പോലുള്ള സിവിൽ എഞ്ചിനീയർ, ആർക്കിടെക്ട്, ആ രീതിയിലുള്ള സംഭവങ്ങളിലേക്കാണ് എത്തിപ്പെടുമെങ്കിൽ പോലും അങ്ങനെയുള്ള മനുഷ്യന്മാരിലൂടെ ആയിരിക്കും ഈ ലോകത്തിലുള്ള പല ബിൽഡിങ്ങിന്റെ ഡിസൈനുകളും അല്ലെങ്കിൽ പല ഡ്രസ്സുകളുടെ ഡിസൈനുകളും കാര്യങ്ങളൊക്കെ ഇറങ്ങി വരുന്നത്. ദാറ്റ് മീൻസ് അത് ഇറങ്ങി വരണമെങ്കിൽ നമ്മളൊരു റെപ്രസെന്റേറ്റീവ് ആയിട്ട് നമ്മൾ ഈ ഭൂമിയിലേക്ക് പലതും കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതായിട്ടുള്ള ആ വെളിച്ചത്തിന്റെ, ഈ ദൈവം എന്ന അല്ലെങ്കിൽ ഡിവിനിറ്റി എന്ന വെളിച്ചത്തിന്റെ ഒരംശം ഓരോ മനുഷ്യന്മാരുടെ ഉള്ളിലും ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ വെളിച്ചത്തിൽ നിന്ന് നമ്മൾക്ക് ഈ ഭൂമിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മൾ ലൈഫിൽ ഒരുപാട് തരത്തിലുള്ള ടൂളുകൾ, ഹാബിറ്റുകൾ നമ്മളുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ ടൂളുകളെ കുറിച്ചാണ് ഇതേപോലെ നമ്മൾ പല കാര്യങ്ങളും നമ്മളുടെ ലൈഫിൽ നമുക്ക് വിചാരിച്ച രീതിയിൽ നമ്മളുടെ ട്രൂ സെൽഫിലേക്കും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റിലേക്കും സ്റ്റേറ്റ് ഓഫ് മൈൻഡിലേക്കും എത്തിപ്പെടാൻ പറ്റാത്തതിന്റെ ഒരു കാരണമാണ് എക്സ്റ്റേണൽ എക്സ്പെക്ടേഷൻസിനെ മീറ്റ് ചെയ്യാൻ നടക്കുന്നത്. ദാറ്റ് മീൻസ് നമ്മളെ കുറിച്ച് നമ്മളുടെ ഒരു ഐഡിയ അല്ലാതെ നമ്മളുടെ പാരന്റ്സിന് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും, അതേപോലെ നമ്മളുടെ ഫ്രണ്ട്സിനിടയിൽ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും. ആ എക്സ്പെക്ടേഷനെ മീറ്റ് ചെയ്യാൻ എന്നുള്ള രീതിയിലായിരിക്കും പല ആളുകളും അവരുടെ കരിയറിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ പല ഡിസിഷൻസും എടുക്കുന്നത് ആ എക്സ്പെക്ടേഷൻസിനെ മീറ്റ് ചെയ്യാൻ എന്നുള്ള രീതിയിലും ആവാറുണ്ട്. അപ്പൊ ആ എക്സ്പെക്ടേഷൻസിനെ മീറ്റ് ചെയ്യാന്നുള്ള കാര്യം കൂടെ നമ്മൾ എക്സ്പെക്ടേഷൻസ് മീറ്റ് ചെയ്യണ്ട അല്ലെങ്കിൽ അത് തീരെ പരിഗണിക്കേണ്ട എന്നുള്ളതല്ല, പക്ഷെ നമ്മളുടെ ട്രൂ സെൽഫിലേക്ക് ഇറങ്ങി വരാനുള്ള രീതിയിലുള്ള ബ്ലോക്ക് ആയിട്ട് നിൽക്കുന്നുള്ള ഇമോഷണൽ കാര്യങ്ങളും അല്ലെങ്കിൽ ഇങ്ങനത്തെ എക്സ്പെക്ടേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കി എടുക്കേണ്ടതുണ്ട്. അപ്പൊ ഈ നമ്മളുടെ ഇൻറ്റ്യൂഷനിലേക്കും നമ്മളുടെ ആ ഉൾവിളി, നമ്മളുടെ ഉള്ളിലേക്ക് ഓരോ സമയത്തും നമ്മൾ പറയേണ്ടതായിട്ടും ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് കണക്റ്റ് ആയി വരണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഉള്ളിൽ കയറിപ്പോയിട്ടുള്ള ആവശ്യമില്ലാത്ത ചിന്തകളും അല്ലെങ്കിൽ നമ്മളെ കുറിച്ചുള്ള ലിമിറ്റിംഗ് ബിലീഫുകളും ഒഴിവാക്കി എടുക്കേണ്ടത് ഒരു അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ആ അത്യാവശ്യമായിട്ടുള്ള ആ മൈൻഡ് റീപ്രോഗ്രാമിങ്ങിനെ കുറിച്ചാണ് നമ്മളുടെ യുണീക്നെസ് ഫെസ്റ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മളുടെ ലൈഫിൽ എന്തൊക്കെ രീതിയിലുള്ള ബ്ലോക്കുകളാണുള്ളത്, ആ ബ്ലോക്കുകളെ എങ്ങനെയാണ് നമ്മൾക്കും നമ്മളതായിട്ടുള്ള രീതിയിൽ നമ്മളുടെ പേർപ്പസിലേക്ക് എത്തിപ്പെടാൻ ബ്ലോക്കായിട്ട് നിൽക്കുന്ന കാര്യങ്ങളെ എങ്ങനെ റിമൂവ് ചെയ്തെടുക്കാം എന്നുള്ള ഒരു ടോപ്പിക്കിലാണ് നമ്മൾ യുണീക്നെസ് ഫെസ്റ്റിൽ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് ഓരോ ടോപ്പിക്കുകളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന അതിൻ്റെതായിട്ടുള്ള എക്സ്പേർട്സിനെ വെച്ചിട്ടാണ് ആ ഓരോ ടോപ്പിക്കുകളും കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അധികം ഇന്നത്തെ സെഷൻ നീട്ടി വെച്ചുകൊണ്ട് ഒരു ഐഡിയ തന്നതാണ്. ഒറ്റൊരു കാര്യം മാത്രം മൈൻഡിൽ വെച്ചാൽ മതി. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ക്രിയേറ്റീവ് ആവണം എന്നുള്ളൊരു കാര്യം. നമ്മളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ. അപ്പൊ ഒറ്റൊരു കാര്യം മൈൻഡിൽ വെച്ചാൽ മതി, ക്രിയേറ്റിവിറ്റി ഈസ് ദി ആർട്ട് ഓഫ് ദ ക്രിയേറ്റർ. ദാറ്റ് മീൻസ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുമ്പോൾ നമ്മളുടെ സൃഷ്ടാവ് എന്താണോ ഈ ഭൂമിയിലേക്ക് പുതിയതായിട്ട് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്, ആ ആഗ്രഹിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരു റെപ്രസെന്റേറ്റീവ് ആയിട്ട് നിൽക്കാൻ നമുക്ക് സാധിക്കുന്ന സമയത്താണ് അത്. ദാറ്റ് മീൻസ് നമ്മൾക്ക് അറിയുന്ന കാര്യം, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഭൂമിയിലേക്ക് എല്ലാം സൃഷ്ടിക്കപ്പെടുന്നത് നമ്മളുടെ യൂണിവേഴ്സൽ യൂണിവേഴ്സൽ കൺട്രോളർ അല്ലെങ്കിൽ നമ്മളുടെ ക്രിയേറ്ററിൽ നിന്നാണ്. അതിന്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ ഇങ്ങനെ ആ ഒരു വണ്ണസിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്ന സമയത്താണ് പുതിയ പുതിയ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാനും പുതിയ നമ്മൾ യുണീക്ക് ആവാന്ന് പറയുമ്പോൾ എന്താണ്, ശരിക്കും നമ്മൾ വേറിട്ട് നിൽക്കുക എന്നുള്ളതാണ്. ദാറ്റ് മീൻസ് എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ എല്ലാവരുടെയും പേർപ്പസ് ഉണ്ടാവുക. അല്ലാതെ എല്ലാവരും ചെയ്യുന്ന രീതിയിലുള്ള പ്രോസസ്സും അല്ലെങ്കിൽ ജോലികളും ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതിന് പകരം നമ്മളുടേതായിട്ടുള്ള ഇൻബോൺ ആയിട്ടുള്ള കഴിവുകളും നമ്മളുടെ പേർപ്പസും കമ്പൈൻ ചെയ്തുകൊണ്ട് നമ്മൾക്ക് എന്ത് കോൺട്രിബ്യൂഷൻ ആണ് ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുക എന്നത്. ചിലപ്പം ചില സർവീസുകളായിരിക്കും, ചിലപ്പം ചില ബുക്കുകളായിരിക്കും. ദാറ്റ് മീൻസ് ഒരു ബുക്കൊക്കെ വരുന്നത് എങ്ങനെയാണ്, ഒരുപാട് ആളുകൾ വായിച്ചിട്ടുള്ള ബുക്സ് ആണ്. ഇപ്പം ആൽക്കമിസ്റ്റ്, അങ്ങനെ ഒരുപാട് ബുക്സ് ഉണ്ട്. ദ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ്, ആറ്റമിക് ഹാബിറ്റ്സ്, അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് പുസ്തകങ്ങൾ. ആ പുസ്തകങ്ങളൊക്കെ എങ്ങനെയാണ് ഈ ഭൂമിയിലേക്ക് വരുന്നത്, ഒരുപാട് ആളുകളിലേക്ക് അറിവ് എത്തിക്കണം. ഈ അറിവ് എത്തേണ്ടതായിട്ടുള്ള ആളുകളിലേക്ക് ഈസി ആയിട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം സൃഷ്ടാവ് വിചാരിക്കുകയാണ് നമ്മളുടെ ദൈവം എന്താണോ ഇന്റൻഷൻ കൊടുക്കുന്നത് ആ രീതിയിൽ ബി ആൻഡ് ഇറ്റ് ഈസ് എന്നുള്ള രീതിയിൽ
ഒറ്റൊരു ചിന്ത മതി അങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ ഈ ഭൂമിയിലേക്ക് വരും. പക്ഷെ അങ്ങനെ എങ്ങനത്തെ ആളുകൾക്കാണ് അത് കണക്ട് ചെയ്തെടുക്കാൻ പറ്റുക? ആ സ്പിരിച്വലി കണക്ഷനും കൂടെ, അല്ലെങ്കിൽ നമ്മളുടെ മൈൻഡ് അല്ലെങ്കിൽ നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡ് 90% കൺട്രോൾ ചെയ്യുന്ന ആ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മൾ പറഞ്ഞ 10% കാര്യങ്ങൾ മാത്രമാണ് കാണാനും കേൾക്കാനും സ്മെല് ചെയ്യാനും ടേസ്റ്റ് ചെയ്യാനും ടച്ച് ചെയ്യാനുള്ള കഴിവുകൾ ത്രൂ ചെയ്യുന്നത് കോൺഷ്യസ് മൈൻഡിന്റെ കാര്യങ്ങൾ. മറ്റുള്ള ചിന്തകൾ മൊത്തം നടക്കുന്നത് എവിടെയാണ്? നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലാണ്. ആ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ടച്ച് ചെയ്യാനും നമ്മളുടേതായിട്ടുള്ള രീതിയിലുള്ള കോൺട്രിബ്യൂഷൻസ് ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മൈൻഡ് റീപ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സിനെ കുറിച്ച് കൂടുതൽ ഡീപ്പറായിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ക്രിയേറ്റിവിറ്റി ഈസ് ദി ആർട്ട് ഓഫ് ദ ക്രിയേറ്റർ. നമ്മൾക്ക് ആ ആർട്ടിന്റെ ഒരു ഭാഗമായിട്ട് മാറണമെങ്കിൽ വി ഷുഡ് ബി നമുക്ക് നമ്മുടെ ആ ഡിവൈൻ കോൺഷ്യസ്നെസ്സിലേക്ക് കണക്റ്റ് ആവുന്ന രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് നമ്മളുടെ ഡെയിലി ഹാബിറ്റുകൾ മാറി വരണം. ഞാനത് മുന്നുള്ള ഒരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. നമ്മളുടെ ലൈഫിലേക്ക് 83% കാര്യങ്ങളും നമ്മളുടെ കോൺഷ്യസ് മൈൻഡ് നമ്മുടെ മൈൻഡിലേക്ക് എടുക്കുന്നത് കാണുന്ന കാര്യങ്ങളാണ്. അതേപോലെ 11% കാര്യങ്ങൾ കേൾക്കുന്ന കാര്യങ്ങളാണ്. ബാക്കിയുള്ള 6% കാര്യങ്ങൾ മാത്രമേ എന്ത് വരുന്നുള്ളൂ? ഈ ടേസ്റ്റും സ്മെല്ലും ടച്ചും ഒക്കെ വരുന്നുള്ളൂ. ദാറ്റ് മീൻസ് നമ്മൾ 94% കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നതും കാണുന്നതുമായിട്ടുള്ള. അപ്പൊ നമ്മൾ എന്താണ് സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്? എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? സ്ഥിരമായിട്ട് സോഷ്യൽ മീഡിയ കാണുന്ന ഒരാളുടെ മൈൻഡിൽ എന്തായിരിക്കും? നല്ല ഇൻഫർമേഷൻസും അതിൽ ഉണ്ടാവും. പക്ഷെ അധിക സമയത്ത് എന്താ സംഭവിക്കുന്നത്? മറ്റുള്ള മനുഷ്യന്മാർ എങ്ങനെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അതിൻ്റെ ഇടയിൽ കൂടെ ഏതെങ്കിലും പ്രൊഡക്റ്റുകൾ വരുമ്പോൾ അത് വാങ്ങുക, ഉപയോഗിക്കുക എന്നുള്ളതിലേക്ക് നമ്മളുടെ മൈൻഡ് ആ രീതിയിൽ പ്രോഗ്രാംഡായി മാറിപ്പോയി. ദാറ്റ് മീൻസ് നമ്മളൊരു കൺസ്യൂമർ മൈൻഡ് സെറ്റോട് കൂടിയിട്ടാണ് ലൈഫ് മുന്നോട്ട് ലീഡ് ചെയ്യുന്നത്. ആ കൺസ്യൂമർ മൈൻഡ് സെറ്റ് മാറിയിട്ട് നമ്മളുടേതായിട്ടുള്ള എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ ഈ ഭൂമിയിലെ നമ്മളും ഇതേപോലെ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാൻ കഴിവുള്ള ആളുകളാണ് ഓരോരുത്തരും. പ്രൊഡക്റ്റുകളും സർവീസുകളും ആ പ്രൊഡക്റ്റുകളിലേക്കും സർവീസുകളിലേക്കും എത്തിപ്പെടണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ ട്രൂ സെൽഫ് അല്ലെങ്കിൽ നമ്മളുടെ ഇൻഡ്യൂട്ടീവ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് അല്ലെങ്കിൽ നമ്മളുടെ സിക്സ്ത് സെൻസിനെ ടച്ച് ചെയ്യുക അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസ് അവിടെയാണ് വരുന്നത്. അപ്പോൾ ഈ ടോപ്പിക്കിനെ കുറിച്ച് നമ്മളുടെ ലൈഫിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബ്ലോക്കുകളെ കുറിച്ചും അത് എങ്ങനെയാണ് ലൈഫിൽ നിന്ന് ഒഴിവാക്കി എടുക്കേണ്ടതെന്ന് കുറിച്ചും, അതേപോലെ ആ ബ്ലോക്കുകൾ ഒഴിവാക്കിയിട്ട് നമ്മളുടെ ഇന്റലിജൻസസ് മൾട്ടിപ്പിൾ ഇന്റലിജൻസസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് ജന്മനാ കിട്ടിയിട്ടുള്ള കഴിവുകളും കൂടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എങ്ങനെയാണ് പ്രൊഡക്റ്റുകളും സർവീസുകളും ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരിക, നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ ക്രിയേറ്ററിന്റെ ഒരു റെപ്രസെന്റേറ്റീവ് ആയിട്ട് നിന്നുകൊണ്ട് ആ വെളിച്ചത്തെ പുറത്തു കൊണ്ട് നമ്മളുടെ ഹൃദയം ഇങ്ങനെ പല പ്രശ്നങ്ങൾ കൊണ്ടും പല എക്സ്പീരിയൻസസ് കൊണ്ടും ഇങ്ങനെ ബ്ലോക്ക് ആയിട്ടിരിക്കുകയാണ്. ആ ബ്ലോക്ക് ഒന്ന് റിമൂവ് ചെയ്ത് നമ്മളുടെ ലൈറ്റ് പുറത്തേക്ക് കൊണ്ടുവരാൻ എന്തൊക്കെയാണ് ലൈഫിൽ, എന്തൊക്കെ ടൂളുകളാണ്, എന്തൊക്കെ ഹാബിറ്റുകളാണ് നമ്മൾ ദിനചര്യകളായിട്ട് ചെയ്യേണ്ടതെന്നൊക്കെ അതിനെക്കുറിച്ചൊക്കെ ഡീപ്പർ പഠനങ്ങൾ നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശരിക്കും അടുത്ത ഫെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. നാളെയാണ് പ്രോഗ്രാം വരുന്നത്. അപ്പോൾ ഒരുവിധം ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള ഒരുപാട് ആൾക്കാർ നാളത്തെ പ്രോഗ്രാമിൽ എൻറോൾ ചെയ്തവരുണ്ട്, എൻറോൾ ചെയ്യാത്തവരുണ്ട്. അപ്പോൾ ഞാൻ അധികം കൂടുതൽ ഡീപ്പറിലേക്ക് പോകുന്നതിനനുസരിച്ച് നമ്മൾ നാളത്തെ സെഷനിലേക്കുള്ള കാര്യം കൂടെ ഇവിടെ പറഞ്ഞു പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ മാത്രം തന്നത്. അപ്പൊ നാളെ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ ഡീപ്പർ ലെവലിൽ നമ്മളുടെ ഇന്റൻഷൻ, നമ്മളുടെ നീയത്ത് റെഡിയാക്കാന്ന് പറയുന്നത്, നമ്മളുടെ ഉദ്ദേശശുദ്ധി, ആ നീയത്ത് റെഡിയാക്കാനുള്ള കാര്യങ്ങൾ ത്രൂ ആണ് നമ്മുടെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുക. ആദ്യം കറക്റ്റ് ആയിട്ടൊരു നീയത്ത് വെച്ച് നമ്മളുടെ യുണീക്നെസ്സിലേക്ക് എത്തിപ്പെടാനുള്ള കാര്യങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ എന്ന് മനസ്സിലാക്കാൻ, ആ ബ്ലോക്കുകൾ റിമൂവ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് നാളെ ഡിസ്കസ് ചെയ്യുക. അപ്പോ ഇന്നത്തെ സെഷനിൽ ഞാൻ ഈ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. പിന്നെ നാളത്തെ സെഷനിലേക്ക് ആർക്കെങ്കിലും ഇനിയും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 4 സീറ്റ്സും കൂടാണ് അവൈലബിൾ ഉള്ളത്. ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. ഏതായാലും താങ്ക് യു സോ മച്ച്. ആർക്കെങ്കിലും ഇന്നത്തെ മിസ്നാങ്ങൾ ഒന്ന് അൺമ്യൂട്ട് ചെയ്യോ ഫുള്ള്? ഇന്നത്തെ ടോപ്പിക്ക് ചില ആളുകൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കാം. അറിയുന്ന ആൾക്കാരും അറിയാത്ത ആളുകളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ കിട്ടുകയാണെങ്കിൽ നോട്ട് ചെയ്ത് നോക്കി ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുക. എന്തെങ്കിലും ഫീഡ്ബാക്കോ കാര്യങ്ങളോ ആർക്കെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം ഷൈല മാം.
ഇന്ന് പറഞ്ഞില്ലേ 5 ബ്ലോക്സ് പറഞ്ഞിരുന്നില്ലേ? അതെ ഒന്ന് അതെ, എഡ്യൂക്കേഷൻ, സ്പിരിച്വൽ, ഹെൽത്ത്, പിന്നെ വെൽത്ത് ആണോ? ലാസ്റ്റ് എന്താണ്? സോഷ്യൽ സോഷ്യൽ ആണോ? വെൽത്ത് ഉണ്ട് സ്പിരിച്വൽ അല്ലേ? സ്പിരിച്വൽ ഉണ്ട്, സ്പിരിച്വല്, ഹെൽത്ത്, സോഷ്യല്, ഫിനാൻഷ്യല്, എഡ്യൂക്കേഷണല്. ആ, ഓക്കെ ഓക്കെ. ജസാക്കല്ലാ ഖൈർ. താങ്ക് യു. വയ്യാക്കും ഇതിനെ കുറിച്ച് കൂടുതൽ ഡീപ്പർ ആയിട്ട് നാളത്തെ സെഷനിൽ പറയൂ കേട്ടോ മാം, എങ്ങനെയാണ് ആ ബ്ലോക്കുകൾ ഒഴിവാക്കി എടുക്കുക എന്നുള്ളത്. ഇൻഷാ അല്ലാ. ഷിയാബുദ്ദീൻ സാർ പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ്. മോർണിംഗ് സാർ. ഞാനേ ഇനി ഒന്ന് പുറത്തേക്ക് ഇറങ്ങണം, അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് ഒരു കാര്യം പറയാന്ന് ഓർത്ത് കൈപൊക്കെയാണ് കേട്ടോ. കാര്യം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്കുകളായിരുന്നു ഇന്നത്തെ ഡിസ്കഷനിൽ. എനിക്ക് ഏറ്റവും ഇഷ്ടം എന്റെ ഏരിയ ഡിസൈൻ ആണ്. ഞാൻ ഡിസൈൻ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഡിസൈൻ, ക്രിയേറ്റിവിറ്റി, ഇതൊക്കെയായിരുന്നു എനിക്ക് ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നതും അല്ലെ കേൾക്കാൻ ആഗ്രഹിക്കുന്നതും ഒക്കെ ആ ഡിസൈൻ എന്ന വാക്കാണ്. ഡിസൈൻ ഇല്ലാതെ ഒന്നുമില്ലല്ലോ. അപ്പോൾ അതൊക്കെ കണക്ട് ചെയ്ത് വന്നുകൊണ്ട് അതൊരു വളരെ ഹൃദ്യമായിട്ട് അനുഭവപ്പെട്ടു. പിന്നെ സെഷൻ എക്സലന്റ് ആയിരുന്നു. അത് തികച്ചും വ്യക്തിപരമായിട്ടാണ്, മറ്റുള്ളവർക്കും അങ്ങനെ അനുഭവപ്പെട്ടിട്ടുണ്ടാവും. ഞാൻ എന്റെ കാര്യമാണ് പറയുന്നത്. എന്തായാലും വളരെ സന്തോഷം. കാര്യം ഞാൻ യുണീക്നെസ് എന്നുള്ള പേരല്ല എന്നെ അട്രാക്ട് ചെയ്ത്, ഞാൻ സൂചിപ്പിച്ചിരുന്നല്ലോ. വളരെ മനോഹരമായിട്ട് പുഞ്ചിരി ചുണ്ടിൽ കൊണ്ടു നടക്കുന്ന കുറച്ച് ആളുകളുടെ ഒരു ഗ്രൂപ്പായിട്ട് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. അതാണ് എൻ്റെ ഒരു സന്തോഷം. അത് പെട്ടെന്ന് അത് കൺവേ ചെയ്യപ്പെടുന്നുണ്ട്. അതിന്റെ ഒരു ഹൃദ്യതയുണ്ട് കേട്ടോ, ഒരു സൗകുമാര്യവും സൗന്ദര്യവും ഒക്കെ ഉണ്ട്. എന്തായാലും നാളെ നേരിട്ട് കാണാം. എനിക്ക് പുറത്തേക്ക് പോകേണ്ട കാര്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് അഭിപ്രായം ഒന്ന് പറഞ്ഞിട്ട് ഇറങ്ങാന്ന് വിചാരിച്ചു. എല്ലാവരോടും, ഗ്രൂപ്പിലുള്ള മറഞ്ഞിരിക്കുന്ന എല്ലാവരോടും ഇന്നത്തെ ദിവസത്തിന്റെ സന്തോഷം പങ്കുവയ്ക്കുന്നു. ശരി, അസ്സലാമു അലൈക്കും. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണ്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും കണക്ട് ആവാത്തതോ അല്ലെങ്കിൽ എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യണമെങ്കിൽ, ഈ കാര്യത്തിലേക്ക് എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്യണമെങ്കിൽ അതൊക്കെ ചെയ്യാട്ടോ. അസ്സലാമു അലൈക്കും. ഇസ്ലാം, ഹായ് മാം, പറഞ്ഞോളൂ. സാറ് പറഞ്ഞതുപോലെ നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്ന ബ്ലോക്കുകളെ ഒരു ഒരു ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ടീമാണ് നമ്മുടെ പാരൻസ് എന്ന് പറയുന്നത്. അതേപോലെ അതിലേക്ക് ഒരു ടീം വരെ കൂടി ആഡ് ചെയ്യാനുണ്ട്. അത് നമ്മുടെ ടീച്ചേഴ്സ് ആണ്. അതെന്താ വെച്ചാൽ ഇപ്പൊ എന്റെ കാര്യം പറയുകയാണെങ്കിൽ, ഞാന് 4th വരെ ഞാൻ സൗദിയിൽ പഠിച്ച കുട്ടിയാണ്, അവിടെ വളർന്നതാണ്. അപ്പോ എനിക്ക് അവിടുന്ന് കിട്ടിയ ഒരു ടീച്ചിങ് സ്റ്റൈലും ഇവിടുന്ന് കിട്ടിയ ടീച്ചിങ് സ്റ്റൈലും എൻറ്റയർലി ഡിഫറെന്റ് ആയിരുന്നു. ഞാൻ 4th വരെ പഠിക്കുമ്പോൾ ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. സ്റ്റേജിലൊന്നും കയറില്ല, അധികം സംസാരിക്കില്ല, അതേപോലെ എൻ്റെ ടാലന്റുകളൊന്നും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. എന്തോ എനിക്ക് കഴിവുകൾ ഉണ്ടായിട്ടും എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയ ഒരു അറ്റ്മോസ്ഫിയർ അല്ലായിരുന്നു ഞാൻ അവിടെ പഠിച്ചിരുന്ന സമയത്ത്. അപ്പോ അതുകൊണ്ട് തന്നെ ഞാൻ നാട്ടിലേക്ക് വന്നപ്പോൾ ഇവിടെ ഞാൻ ചേർന്ന സ്കൂൾ ആയിക്കോട്ടെ ഒക്കെ എനിക്ക് ഇൻഫ്ലുവൻസ് ആവുന്ന രീതിയിലുള്ള ടീച്ചേഴ്സ് ആയിരുന്നു. നല്ല മോട്ടിവേഷൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ പണ്ട് മുതൽ ഒരു 5th സ്റ്റാൻഡേർഡ് മുതലാണ് എന്റെ ഇൻബോൺ പൊട്ടൻഷ്യൽ ഞാൻ തന്നെ കണ്ടുപിടിക്കാൻ തുടങ്ങിയത്. അങ്ങനെയാണ് ഞാൻ ഹഫ്സൽ മാജിദ് സാറിന്റെ ക്ലാസ്സിലേക്ക് എത്തിയത്. ഞാനിങ്ങനെ ഇൻസ്റ്റഗ്രാം, ഇപ്പൊ സാറ് പറയും പോലെ ഞാനും അത്യാവശ്യം സോഷ്യൽ മീഡിയയിലൊക്കെ ടൈം സ്പെൻഡ് ചെയ്യുന്ന ആളാണെങ്കിലും എന്റെ ഇൻസ്റ്റഗ്രാം ഒക്കെ എടുത്തു നോക്കിയാൽ എന്റെ വീട്ടുകാരൊക്കെ പറയും ഫുള്ള് എങ്ങനെ സക്സസ്ഫുൾ ആവാം, 5 സയൻസ് ഫോർ സക്സസ്ഫുൾ, അങ്ങനെ ഓരോന്നായിരിക്കും എന്റെ വീഡിയോസിൽ വരിക. ഫുള്ള് കംപ്ലീറ്റ്ലി സ്ക്രോൾ ചെയ്യുമ്പോൾ ഫുൾ അങ്ങനെയാണ്. കാരണം അവരങ്ങനെയാണല്ലോ നമുക്ക് കണക്ട് ചെയ്ത് തരിക വീഡിയോസ് ഒക്കെ. അങ്ങനെ ഒരു ടൈമാണ് സാറിന്റെ ക്ലാസ്സിലേക്ക് ഞാൻ ഇങ്ങനെ ഒരു ഫ്രീ ആയിട്ടുള്ള യുണീക്നെസ് അറിഞ്ഞു. പക്ഷെ ഫ്രീ ആയിട്ടുള്ളതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. ഞാൻ കുറെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ക്ലാസ്സുകളിൽ ഞാൻ പോകാറുണ്ട്. കാരണം എനിക്ക് തോന്നിയത് ഒരിക്കലും ഒരറിവും നമുക്ക് കൂടുതലാവില്ല. നമ്മൾ എത്രത്തോളം സീക്ക് ചെയ്യുന്നോ അത്രത്തോളം നമുക്കത് ഹെൽപ്ഫുൾ ആവും എന്നുള്ള രീതിയിലാണ് ഞാൻ എല്ലാ മോട്ടിവേഷൻ സെഷനുകളും അറ്റൻഡ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഏതെങ്കിലും ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത് സ്റ്റുഡൻസിന് നന്നായി മനസ്സിലാക്കണം. കാരണം എന്താ വെച്ചാല് എല്ലാ കുട്ടികൾക്കും പഠിക്കാൻ കഴിവുണ്ടാവണം എന്നൊന്നുമില്ല. പല കുട്ടികൾക്കും പല ടാലന്റ് ആണ്. പക്ഷെ പലപ്പോഴും ടീച്ചേഴ്സ് എഡ്യൂക്കേഷന് വെറും അവിടുത്തെ സ്കൂളിൽ പഠിപ്പിക്കുന്നത് മാത്രം കാണുന്ന കുറെ ടീച്ചേഴ്സ് ഉണ്ട്. ആ ഒരു മൈൻഡ് സെറ്റ് മാറ്റണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇപ്പൊ ഞാനായിക്കോട്ടെ, എനിക്കിപ്പോ ടീച്ചിങ് ഫീൽഡിനോട്ടാ താല്പര്യം. കാരണം എനിക്ക് തോന്നിയത് ഒരു കുട്ടിക്ക് പഠിക്കാൻ കഴിവില്ലെങ്കിൽ വേറെ എന്തെങ്കിലും കഴിവുണ്ടാകും, അതിൽ വേറെ ഡൗട്ടൊന്നുമില്ല. എല്ലാവരും സാർ പറഞ്ഞ പോലെ യുണീക്കാണ്, ഇൻബോൺ ടാലന്റ് ഉണ്ട്. പക്ഷെ നമ്മുടെ എഡ്യൂക്കേഷൻ ഫീൽഡില് ഇപ്പൊ ഇങ്ങനെ ഒരു ഐഡിയ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ
ഇങ്ങനെ ഒരു ഫെസ്റ്റിന്റെ ആവശ്യമോ അല്ലെങ്കിൽ ഇങ്ങനെ വെറൈറ്റി സെഷനുകൾ ഒരു ആവശ്യമില്ല. കാരണം നമ്മൾ 12 ഇയേഴ്സ് അവിടെ പഠിച്ചിറങ്ങിയിട്ട് ഇപ്പോഴും ഒരുപാട് കുട്ടികൾ പറയുന്നുണ്ട് സ്റ്റേജിൽ കയറാൻ കോൺഫിഡൻസ് ഇല്ല, സ്റ്റേജ് ഫിയർ ആണ്, അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ആ ഒരു 12 ഇയേഴ്സ് കൊണ്ട് എന്താ കിട്ടിയത്? അപ്പൊ അവർക്ക് ആ ഒരു 12 ഇയേഴ്സിൽ ഇതൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ APJ അബ്ദുൽ കലാം സാർ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. +1 +2 ടൈമില് എഡ്യൂക്കേഷനിൽ ഒരു ക്ലാസ്, അതായത് +1 കഴിഞ്ഞു കഴിഞ്ഞാൽ +2 എന്തിനാ ആയിരിക്കണം? പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന് യൂസ് ചെയ്യണം എന്നുള്ളൊരു വാക്ക് അന്ന് സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇന്ന് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണുന്ന ക്രൈമുകൾ എണ്ണായിക്കോട്ടെ എന്തായിക്കോട്ടെ അത് ഇത്ര ഉണ്ടാവില്ല, ഉറപ്പാണ്. ടീച്ചേഴ്സിനോട് കുട്ടികൾക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ടെങ്കിൽ ഉറപ്പാണ് ഈ ഒരു ക്രൈമുകളോ ഒന്നും ഉണ്ടാവില്ല. ഇത്രയും ചെറിയ ഏജിൽ ഇങ്ങനൊക്കെ ഒരു മൈൻഡ് വരുന്നുണ്ടെങ്കിൽ അതിൽ ഒരു വലിയ പാർട്ട് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനും ഉണ്ട്, അതേപോലെ നമ്മുടെ വീട്ടിലത്തെ സറൗണ്ടിങ്സിനും ഉണ്ട്. അപ്പൊ അതും കൂടി സാർ പറഞ്ഞതിലൊന്ന് ആഡ് ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ട് ആഡ് ചെയ്തത്. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച് ആയ. നാളെ നമുക്ക് തകർക്കണം, ഷുവറാക്കണം. ഇൻഷാല്ലാ. താങ്ക് യു ഫോർ കോൺട്രിബ്യൂട്ടിങ്. ഈ കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള മൈൻഡാണ് വേണ്ടത് എല്ലാവർക്കും. എന്തെങ്കിലും ഒരു കാര്യം നമ്മളുടെ മൈൻഡിൽ വന്നാൽ അത് പറയാനുള്ള ഒരു ധൈര്യവും, ദാറ്റ് മീൻസ് നമ്മളുടേതായിട്ടുള്ള ഒപ്പീനിയൻസ് റേസ് ചെയ്യാനുള്ള ഇതുമാണ് വേണ്ടത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. മിസ്ന, വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യണ്ടോ? ഇല്ല, ഞാൻ പറയുന്നില്ലേ, അത്യാവശ്യം ഹയ വലിയൊരു കോൺട്രിബ്യൂട്ട് ചെയ്തില്ല. മാക്സിമം വലിയൊരു ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യുക. ഹയ പറഞ്ഞ പോലെ അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്. ആളൊരു +1 സ്റ്റുഡന്റ് ആണ് കേട്ടോ, ഒരു അപ്കമിങ് ലീഡറാണ്. ഇൻഷാല്ല നമ്മൾ കുറെ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ആക്കിയിട്ടുണ്ട്. ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ പ്രോഗ്രാം ഒക്കെ ഹൈലൈറ്റ് ചെയ്ത പോലെ അത് കണ്ടെത്തി ഇങ്ങനെ നർച്ചർ ചെയ്ത് വരുന്നൊരു കുട്ടിയാണ്. എന്തായാലും ഉഷാറായി പോകാൻ പറ്റിട്ടാക്ക്. ഇനി വേറെ ഒരു ഹിബാക്കാൻ എന്നുള്ള ആളെ കാണുന്നുണ്ട്, പുതുതാന്ന് തോന്നുന്നു. താങ്ക് യു മാം. താങ്ക് യു. കുറെ പുതിയ പേരുകളൊക്കെ കാണുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്കുള്ള ഒപ്പീനിയൻസ് എന്തും പറയാം കേട്ടോ. ഇവിടെ എങ്ങനെയാണ് നിങ്ങളുടെ സജഷൻസ് പറയാം, കണക്ട് ആയ സ്റ്റോറി പറയാം, അല്ലെങ്കിൽ വേറെ എന്തും പറയാം. ഇപ്പൊ സ്റ്റേജ് ഫിയർ അല്ലെങ്കിൽ പറയാൻ മടിയുള്ള ഒരു ഇന്നിങ്ങനെ വിചാരിക്കുക, നമ്മളതൊക്കെ ഒഴിവാക്കിയാലാണ് നമ്മളെ സക്സസ് ഒക്കെ എത്താൻ പറ്റും നമ്മൾ ബേസിക്കലി പറയലുണ്ട്. അതിന് ഹെൽപ്പ് ആവുന്നതായിരിക്കും ഒരു പക്ഷെങ്കിൽ ഒരു സ്റ്റെപ്പ് എടുത്ത് ഒന്ന് മൈക്ക് അൺമ്യൂട്ട് ആക്കി ഇവിടെ സംസാരിക്കുക എന്നുള്ളത്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം. ഒന്നുകൂടെ പറയാണ്, നിങ്ങൾക്ക് എന്തും പറയാം കേട്ടോ. ഇനി അടുത്തത് ആരാണ്? ഇപ്പൊ ഹയ പറഞ്ഞു, ഷിയാബുദ്ദീൻ സാർ പറഞ്ഞു, വേറൊരാളും മാമും കൂടെ പറഞ്ഞല്ലോ. ഇനി ആർക്കാണ് പറയാനില്ല? ഹലോ. പറഞ്ഞോളൂ. എനിക്ക് കാര്യം പറയാനുണ്ടായില്ല സഫ്സൽ സാർ. സാൽക്കോ. പക്ഷെ ഒരു കാര്യം പറയാനുണ്ട്, പക്ഷെ പറയുകയാണെങ്കിൽ ഇങ്ങനെ നീണ്ടു പോകും. അപ്പൊ ഞാൻ ചുരുക്കി പറഞ്ഞുതരാം. അതായത് ഇപ്പൊ ഇവര് സംസാരിച്ചല്ലോ, ആരാണ് നേരത്തെ ഹയ ഫാത്തിമ എന്ന് പറഞ്ഞ അവര് സംസാരിച്ചല്ലോ. അവര് സംസാരിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു സംഭവമാണ്. അപ്പൊ അവര് സംസാരിച്ചപ്പോ ആ ഒരു കാര്യക്ക് ഓർമ്മ വന്ന്. അതായത് ചെറുപ്പത്തില് ഒരു 6ാം ക്ലാസ് വരെ ഞാൻ ഭയങ്കരമായിട്ട് സംസാരിച്ചിരുന്ന ഒരാളാ. അപ്പൊ ഈ 6ാം ക്ലാസ്സിൽ എന്റെ ജീവിതത്തിൽ ഒരു കാര്യം സംഭവിച്ചു. അതായത് എന്താ വെച്ചാല് ഞാൻ പഠിക്കും, പക്ഷെ ഇംഗ്ലീഷിൽ ഭയങ്കര വീക്കായിരുന്നു. അപ്പൊ എന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാനൊരു 5ാം ക്ലാസ് വരെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ മിസ്സുമാര് ക്ലാസ് എടുക്കുമല്ലോ. അപ്പൊ മിസ്സുമാര് ക്ലാസ് എടുക്കുമ്പോ ആ ക്ലാസ് എടുക്കുന്നതിന്റെ കാര്യങ്ങൾ എന്ത് ചെയ്യും, തലേന്ന് പഠിച്ചിട്ട് പോകും. അപ്പൊ ഈ ക്ലാസ്സിൽ ഇങ്ങനെ ഈ സ്റ്റാർ ആവുമല്ലോ, അതായത് മിസ് പറയണ ആ സംഭവത്തിന് ആ കൂട്ടത്തിൽ തന്നെ ഞാൻ ആ കാര്യം പറയുമ്പോ എല്ലാവരും ഇജ് ഇത് എപ്പോഴും പഠിച്ചെന്നുള്ള ഒരു ചോദ്യം കേൾക്കും. അപ്പൊ അങ്ങനെ ഒരു 5ാം ക്ലാസ് വരെ ഞാൻ ചെയ്തിനി. പക്ഷെ ഒരു 6ാം ക്ലാസ്സിൽ പെട്ടെന്ന് എന്ത് ചെയ്ത് ഒരു വർഷം ഇംഗ്ലീഷിന്റെ സാറ് എന്നെ കൊണ്ട് ഇംഗ്ലീഷ് വായിപ്പിച്ച്. അതിലെന്ത് ചെയ്ത് ഇംഗ്ലീഷ് വായിപ്പിച്ചപ്പോ കുറച്ച് സ്റ്റക്കായി പോയി. ബബ്ബ അടിക്കാന്ന് പറയല്ലോ, ആ സംഗതി ഉണ്ടായപ്പോ നല്ല അടി കിട്ടി. എന്റെ വീട്ടിലേക്ക് വിളിച്ചു, എനിക്ക് ഇംഗ്ലീഷ് ഒന്നും പഠിക്കാൻ അറിയില്ല എന്നൊക്കെ വിളിച്ചു പറഞ്ഞ് വീട്ടിലാകെ സീനായി. അപ്പൊ എന്താ, ഇന്നെ 6ാം ക്ലാസ്സിൽ ഇംഗ്ലീഷ് വീക്കാണെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഇംഗ്ലീഷ് മീഡിയത്തിൽ നിന്ന് മലയാളം മീഡിയത്തിലേക്ക് മാറ്റി. അപ്പൊ അതിന്റെ ശേഷം എന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു തോട്ട് പറഞ്ഞാല് ഞാൻ പഠിക്കാത്തത് കൊണ്ടല്ലോ എന്നെ ക്ലാസ് മാറ്റിയത് എന്നുള്ള ഒരു നെഗറ്റീവ് തോട്ട് എന്റെ മൈൻഡിലുണ്ടായിനി. അത് കുറെ കാലം എന്റെ മൈൻഡിലുണ്ടായിനി. അപ്പൊ ഈ സംസാരിച്ചുകൊണ്ട് നിന്നാ ഞാൻ എന്ത് ചെയ്ത് പിന്നെ സംസാരിക്കാതായി. പിന്നെ ഒരു +2 കഴിഞ്ഞപ്പോൾ കോളേജിലേക്ക് എത്തിയപ്പോഴാണ് വീണ്ടും സംസാരിക്കാൻ തുടങ്ങി. അപ്പൊ ഈ പറഞ്ഞു തരുന്നത് എന്താ വെച്ചാൽ ഇപ്പൊ നേരത്തെ അവര് പറഞ്ഞല്ലോ നമ്മളെ ഈ പാരന്റിങ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത്. അപ്പൊ ഈ ചെറുപ്പത്തിൽ ഇപ്പൊ കുട്ടികൾക്ക് ഇപ്പൊ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ ഫോക്കസ് ചെയ്യാതെ എന്തെങ്കിലും ഒരു നല്ല കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ശ്രദ്ധിച്ചിട്ട് അതിനെ ഒരു സപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടി എന്ത് ചെയ്യും, ഇങ്ങനെ ഉയർന്നു പോവും.
അപ്പൊ ആ ഒരു സംഗതിക്ക് ഇങ്ങനെ പെട്ടെന്ന് കേട്ടപ്പോ ഇങ്ങനെ പറയണം എന്ന് തോന്നി. അത്രേ ഉള്ളൂ. താങ്ക് യു. ഓക്കെ സാർ, താങ്ക് യു സോ മച്ച്. അല്ലെങ്കിൽ പറഞ്ഞത് കറക്റ്റ് ആണ്. ഇങ്ങനെ ഇപ്പം ഞാൻ ഈ സെഷനിൽ സമയത്ത് പറഞ്ഞ ആ വരയ്ക്കാൻ ബ്ലോക്ക് വരുന്ന പോലെ തന്നെയുള്ള ഒരു സംഭവമാണ്. നല്ല രീതിയിൽ സംസാരിക്കാൻ ചിലപ്പോൾ ഒരു ഇന്റർനാഷണൽ പബ്ലിക് സ്പീക്കർ ഒക്കെ ആവേണ്ട ആളായിരിക്കും ചിലപ്പം. ചില ആളുകൾക്ക് ഉണ്ടല്ലോ, അപ്പം സ്വന്തമായിട്ട് ഒരു ബുക്ക് എഴുതാനുള്ള കഴിവുള്ള ആൾക്കാരുണ്ടാവും. ആ കഴിവുള്ള ആളുകളൊക്കെയാണ് ചിലപ്പോൾ നമ്മൾ സംസാരിക്കാൻ കഴിവില്ല, അല്ലെങ്കിൽ ആ രീതിയിൽ ഡീഗ്രഡേഷൻ നടക്കുന്ന സമയത്ത് അങ്ങനെയുള്ള ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ആണ് ഈ ലോകത്തിലേക്ക് വരാതായി പോകുന്നത്. ഏതെങ്കിലും മേഖല അവർ ഇഷ്ടമില്ലാത്ത ഏതെങ്കിലും മേഖലയിൽ ജോലി ചെയ്ത് ഒരു കോൺട്രിബ്യൂഷൻ ഇല്ലാതെ സാധാരണ രീതിയിൽ ഒരു ലൈഫ് ലീഡ് ചെയ്ത് മുന്നോട്ട് പോകും. അപ്പൊ അത് നിങ്ങൾ പറഞ്ഞ കറക്റ്റ് ആണ്. വേറെ ആരെങ്കിലും ഇവിടെ ഒരു ഹിബാ ഖാൻ എന്ന് പറഞ്ഞ ആൾ കാണുന്നുണ്ടല്ലോ. ഹിബാ ഖാൻ നിങ്ങൾക്ക് എന്തെങ്കിലും? ഹായ് സർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് പറഞ്ഞോളൂ. ഞാൻ ആക്ച്വലി ഈ നേരത്തൊന്നും ഞാൻ എണീക്കാറില്ല. എന്തോ ഭാഗ്യത്തിന് ഇന്നലെ ഞാൻ ഉറങ്ങിയിട്ടില്ല. അപ്പൊ സാറിന്റെ മെസ്സേജ് വന്നപ്പോ, അതായത് ആള് മെസ്സേജ് ചെയ്തപ്പോ ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വിചാരിച്ച് കയറിയതായിരുന്നു. പക്ഷെ സാറിന്റെ ക്ലാസ് അടിപൊളിയായിരുന്നു. ഇന്നലെയും കൂടി ഞാനും എന്റെ ഫ്രണ്ടും കൂടി ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ സാറിന്റെ നാളത്തെ ഇവന്റിനെ കുറിച്ച്. അപ്പൊ ഇങ്ങനെ നമുക്ക് പോവല്ലേ അങ്ങനെ ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയി ഇങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പൊ എന്ത് തീരുമാനിച്ചു വന്നിട്ട്? തീരുമാനിച്ച ഇൻട്രസ്റ്റ് ഉണ്ട് വരാൻ. ഞാൻ സാറിന് മെസ്സേജ് ചെയ്തിരുന്നല്ലോ, എനിക്ക് താല്പര്യമുണ്ട്, പക്ഷെ എന്തോ ഒന്നിങ്ങനെ ബാക്കിലോട്ട് വലിക്കുകയാണ് എന്നുള്ളത്. താഹിർ അലി സാറ് ആളാണത് ഹിബാക്കാനില്ല? എങ്ങനെ? താഹിർ അലി സാറ് കൂടുതൽ ഹിബാക്കാനാണോ? ആ അതെ അതെ അതെ. അഫ്സൽ സാർ, നമ്മളെ റഷാദ് സാർ ഒക്കെ ഇല്ലേ? റഷാദ് സാർ, അതെ റഷാദ് നമ്മളെ ഞാനും ഇന്നലെ ഡിസ്കസ് ചെയ്തിരുന്നത്. അവര് ജോയിൻ ചെയ്തിട്ടുണ്ടോ? പെൻസിൽ അല്ലേ? അതെ, പെൻസിൽ. നമ്മൾ ഉസ്മാനാണ് വെൽക്കം ചെയ്ത. അല്ല, റഷാദ് സാർ നിങ്ങളെ ഡീറ്റെയിൽ ഒക്കെ അയച്ചു തന്നിട്ടുണ്ട്. അല്ല ഇതിന് ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഡീറ്റെയിൽ അയച്ചു. ശരിയാ. ലുബ്ന നർഗീസ് എന്ന് പറഞ്ഞ ആരാണ് അപ്പോ? ലുബ്ന നർഗീസ് ഞങ്ങളെ പെൻസിലുള്ള ആൾ തന്നെയാണ്. താഹിർ സാറിന്റെ വൈഫാണത്. ശരി. ഓക്കെ അങ്ങനെ. ഞാൻ ഹിബാന്ന് വേണമെന്ന് ചോദിച്ചത് ഒരു ഹിബാന്ന്. താഹിർ സാറിന്റെതും ലുബ്ന മാമിന്റെയും റഷാദ് സാറിനും അയച്ചു തന്നിട്ടുണ്ട്. ഡീറ്റെയിൽ അയച്ചിട്ടുണ്ട്. ഇത് പേയ്മെന്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാല്ലാ ഐ വിൽ ജോയിൻ. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. മാം എവിടെയായിരുന്നു സ്ഥലം? മലപ്പുറം. ഞാന് ആസ്കഫ്ലഹിന്റെ സ്റ്റുഡന്റ് ആയിരുന്നു വളാഞ്ചേരി കോഴ്സിലും. ശരി, അപ്പോഴൊക്കെ നമ്മള് സ്വന്താണ്. സാറ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മളെ കഴിഞ്ഞ പ്രോഗ്രാമിന് സർപ്രൈസ് ആയിട്ട് നമ്മളെ ഇവന്റിൽ വരികയൊക്കെ ചെയ്തിരുന്നു. കഴിഞ്ഞ ഫെസ്റ്റിലെ സാറ് വേറൊരു പ്രോഗ്രാമിലായിരുന്നു ആ സമയത്ത്, ഇമേജോ ഏതൊരു പ്രോഗ്രാമിൽ. അപ്പൊ അത് കഴിഞ്ഞ് ഞങ്ങളെ പ്രോഗ്രാമിന്റെ ഇവന്റിന്റെ ഹോട്ടലിൽ വന്നിരുന്നു അവിടെ. അത് ഞാൻ സാറ് പറഞ്ഞ് ഞാൻ കേട്ടിരുന്നു. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു. ഞാന് ഹിബയാണെന്നാ ചോദിച്ചത്. സ്റ്റാറ്റസിൽ എങ്ങാനോ കണ്ടിരുന്നു താഹിർ സാറെ കൂടുതലുള്ള ഫോട്ടോ എന്തോ. അപ്പൊ ഇങ്ങനെ കണക്ട് ആയി. പിന്നെ ഇപ്പൊ ബ്ലൂടിക്കും കണ്ട മെസ്സേജ് സിങ് ചെയ്തത് അപ്പൊ നിങ്ങളാണ് ഞാൻ തന്നെയാണ്. എനിക്ക് വേറെ ഏതെങ്കിലും പ്രോഗ്രാം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കൺഫ്യൂസ്. അപ്പൊ ഇവരെല്ലാരും ജോയിൻ ചെയ്ത് പറഞ്ഞ് ഇന്നലെ എന്നെ ഇങ്ങനെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. ഇൻഷാല്ലാ ഐ വിൽ ജോയിൻ. ഓക്കെ, ഇൻഷാല്ലാ. അഫ്സൽ സാറുടെ കമന്റിൽ എന്തോ ചോദിക്കുന്നു. അല്ല, അത് ലൈവ്, ദാറ്റ് മീൻസ് ലൈവ് ഉണ്ടാവുമെന്നാ ചോദിക്കുന്നത്. ലൈവ് ഉണ്ടാവൂല. അത് ജോയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ റെക്കോർഡിങ് അയച്ചു കൊടുക്കും. ലൈവായിട്ട് ചെയ്യുന്നില്ല. റെക്കോർഡഡ് സെഷൻ പിന്നെ അയച്ചു കൊടുക്കുള്ളൂ കേട്ടോ. ആരായിരുന്നു ചോദിച്ചത്? സുഹറ മാം. പിന്നെ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഷാഹിദ ഷമീർ ഇന്നലെ മെസ്സേജ് ചെയ്ത ആളാണോ? മാം സ്റ്റാർട്ടിങ്ങിൽ ചോദിച്ചിരുന്നല്ലോ ഡൗട്ട്. അത് അവരായിരുന്നു. സോറി കേട്ടോ. അല്ല, ഇന്നലെ മെസ്സേജ് ചെയ്തിരുന്നു കോച്ച് ആവാൻ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞവരാണെന്ന് തോന്നുന്നു. വേറെ ആരെങ്കിലും? മൊയ്തീൻ കുട്ടി സാർ, സർത്താർ സാറിന്റെ വൈഫ് കണ്ടല്ലോ ഇവിടെ. അർജു മുഹമ്മദോ കണ്ടു. ഹൈഫ, നമ്മുടെ ഹൈഫ നാനാണോ ഇവിടെ? പറഞ്ഞോളൂ. ഒന്നുമില്ല, പേര് കറക്റ്റ് ചെയ്തതാ. ഓക്കെ. ഖദീജ മാം, ഫൈസ മാം എനിക്കൊന്ന് ലാസ്റ്റിലേക്കാണ് കയറിയെന്ന് തോന്നുന്നു അല്ലേ? ഞാൻ കുറച്ച് മിസ്സാക്കി.
എനിക്കും എന്താ പറയാ സെഷൻ മിസ്സാവണല്ലോ എന്നുള്ളൊരു സങ്കടമുണ്ട്. പേയ്മെന്റ് പകുതി ചെയ്ത് പിന്നെ അത് ഡ്രോ ചെയ്യേണ്ടി ഒന്നും സാരമില്ല, അല്ല സമയം അതൊന്നും എടുത്തിട്ടുണ്ടാവും. അത് അങ്ങനെ ടൈം ആയി ഉണ്ടാവില്ല അല്ല അങ്ങനെ അങ്ങനെ വിചാരിക്കും. അല്ല, ഒന്നുമില്ല. നമുക്ക് റെക്കോർഡിങ്സ് അങ്ങനെ എന്തെങ്കിലും കിട്ടാനുള്ള വഴിയുണ്ടോ? ഇപ്പൊ നമ്മൾ പേ ചെയ്താണ്ട് റെക്കോർഡിങ്സോ അങ്ങനെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? മാം നമ്മൾ ഫുള്ള് സെഷൻ നമ്മൾ റെക്കോർഡ് ചെയ്യും. ഫുൾ ഉം. ഖദീജ മാം സോറി, ഹൈഫ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും? ഇസ്ലാം മാം പറഞ്ഞോളൂ. ഞാൻ തന്നെയാണ് വരണമെന്ന് അല്ല മിസ്ന റെക്കോർഡിങ് കുഴപ്പമില്ല, മിസ്നോട് കട്ടായി പോയതാ. ഞാനൊന്ന് കട്ടായി പോയി, റേഞ്ചിന്റെ ഇഷ്യൂ ഒന്നും തോന്നണേ. ഞാനും വിചാരിച്ചു പെട്ടെന്ന് ആയിക്കോട്ടെ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ആഡ് ചെയ്യാണ്ടോ? ഷൈദ മാം പറ്റെങ്കിൽ വരാൻ നോക്കൂ, അല്ലെങ്കിൽ അടുത്ത സെഷനിൽ നോക്കാം. ഇൻഷാല്ലാ ഓഗസ്റ്റിൽ ഉണ്ടാവും അടുത്ത ഫെസ്റ്റ്. ഇൻഷാല്ലാ. വേറെ ആർക്കെങ്കിലും സർത്താർ എന്തെങ്കിലും സാർ ആഡ് ചെയ്യാൻ? വന്നിട്ടുണ്ട്. അല്ല, സർത്താജ് സാറിന്റെ വൈഫാണ്. ഞാനും സർത്താജ് സാറും ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്നു. ഞങ്ങൾ അടുത്തടുത്ത ഓഫീസിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. സാറിന്റെ വൈഫ് ജോയിൻ ചെയ്തിട്ടുണ്ട്, ഇന്നലെ രജിസ്റ്റർ ചെയ്തിരുന്നു, ഷഹല മാം. ഓക്കെ ഓക്കെ. എന്റെ നാട്ടിൽ തന്നെയാണ്, നാടിന്റെ അടുത്ത് തന്നെയാണ് അവര്. മാം, ഷഹല മാം എന്തെങ്കിലും ആഡ് ചെയ്യാണ്ടോ? ഞാൻ ആദ്യമായിട്ടാണ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്, അപ്പൊ അതിന്റെ ഒരു അതൊന്നും കുഴപ്പമില്ല മാം. ഇവിടെ എല്ലാവരും വെൽക്കം ആണ്. ദാറ്റ് മീൻസ് ആരും ജഡ്ജ് ചെയ്യൊന്നുമില്ല. ഇവിടെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും, ഞങ്ങളും പഠിക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പഠനം നമ്മളെ ലൈഫ് ലോങ് പ്രോസസ് അല്ലേ. ഇതൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കും പറയാം, പഠിക്കാം, പറഞ്ഞുതരാം, എന്തും ചെയ്യാം. അതൊന്നും പ്രശ്നമല്ല. മിസ്റ്റേക്ക് ഒന്നും ഇവിടെ പ്രശ്നമല്ല. ഞാൻ സംസാരിച്ചോളൂ, ധൈര്യം സംസാരിച്ചോളൂ. മാം എന്തായിരുന്നു ചെയ്യുന്നത്? എന്തായിരുന്നു പഠിച്ചത്? BSc ഒപ്റ്റോമെട്രി ആയിരുന്നു. ഒപ്റ്റോമെട്രി. ഓക്കെ ഓക്കെ, ആയിക്കോട്ടെ. ഏതായാലും നാളെ കാണാം ഇൻഷാല്ലാ. ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും. താങ്ക് യു മാം. വേറെ എന്തെങ്കിലും ആർക്കെങ്കിലും ആഡ് ചെയ്യണ്ടേ പറഞ്ഞോളൂ കേട്ടോ. ഇതൊന്ന് വേറെ ആർക്ക് പറയാം? ഖദീജ മാം നാളെ നമ്മളെ വെള്ളിമാട് കൊണ്ട് ഖദീജ മാം ആണോ, അല്ലെങ്കിൽ ഷേര മാമിന്റെ കസിൻ? നമ്മൾ ഫെസ്റ്റിലെ ഖദീജ മാമ തോന്നുന്നുണ്ട്, ഖദീജ ബഷീർ. എനിക്കൊന്ന് ഇപ്രാവശ്യം ജോയിൻ ചെയ്ത ഖദീജ മാം ആണത് തോന്നുന്നുണ്ട്. ഖദീജ മാം ഒന്ന് ക്ലാരിറ്റി തന്നോളൂ. ഞാൻ തന്നെയാണ്. ഓക്കെ ഓക്കെ. അല്ലത് ഒന്നാമത്തെ ഫസ്റ്റിൽ വന്നിട്ടുള്ള വേറൊരു ഖദീജ ഉണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കുക, ആ ഖദീജ മാം ആണോ ഇത്? രണ്ടാമത്തെ ഫസ്റ്റിൽ വന്ന ഖദീജ. നിങ്ങൾ നാളെ വരുമല്ലോ അല്ലേ? ഓക്കെ. ഞാനും എനിക്ക് മനസ്സിലായി. നമ്മളെ സത്താർ സാറിന്റെ വൈഫ് ഉണ്ടാവും അല്ലെ? സത്താർ സാർ ഇന്നലെ എന്നെ വിളിച്ചിരുന്നു. ഏതായാലും എന്നാ പിന്നെ വൈൻഡപ്പ് ചെയ്യല്ലേ? മിസ്റ്റർ വേറെ ആർക്കൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ആർക്കൊന്നും ആഡ് ചെയ്യാനൊന്നും ഇല്ലല്ലോ. ഒന്നുകൂടെ എല്ലാവരും പ്രോഗ്രാമൊക്കെ വെൽക്കം ചെയ്യാൻ കേട്ടോ. പോസിബിൾ ആയിട്ടുള്ളവരൊക്കെ അറിയാം. ഒരു മേ ബി വലിയ ഹിസ്റ്ററി ആവാം. നമ്മളെ ജോസഫ് അന്നൻകുട്ടി ജോസ് ഉണ്ട്, മിൻഹ ഉണ്ട്, നമ്മളെ ഫൈറൂസ് ഉണ്ട്, പിന്നെ അഫ്സൽ സാർ ഉണ്ട്, പിന്നെ മെഡിറ്റേഷൻ കോച്ച് ഫാത്തിമ മഹ്മൂദ് ഉണ്ട്, അൽതാഫ് സാർ ഉണ്ട്. ഇങ്ങനെ കുറെ ആളുകളുണ്ട്. പിന്നെ ഇപ്രാവശ്യത്തെ ഫെസ്റ്റിന് നമ്മള് 23 days ഫോളോ അപ്പും കൂടെ ഉണ്ട്. ഓരോ ടാസ്കും കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ ചെയ്യുന്നുണ്ടോ, എന്ത് സപ്പോർട്ടാ വേണ്ടിയെന്നില്ല. പിന്നെ ആഫ്റ്റർ അതിനുശേഷം നമ്മളൊരു കൺസൾട്ടേഷൻ അവൈലബിൾ ആണ് കേട്ടോ. നിങ്ങൾ അഫ്സൽ സാറുമായിട്ടുള്ള എല്ലാവരും എന്തെങ്കിലും പറ്റുന്നവരൊക്കെ ജോയിൻ ചെയ്യുക. ഇൻഷാല്ല നാളെ പ്രോഗ്രാമിൽ വന്നിട്ട് കാണാം. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇനി അഫ്സൽ സാറിനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ താങ്ക് യു ഗൈസ്. താങ്ക് യു എവരിവൺ ഫോർ ജോയിനിങ്. അടുത്ത എല്ലാ വീക്കിലും ഉണ്ട് കേട്ടോ അത്. ശനിയാഴ്ച ക്ലാസ്സുകൾ എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. നെക്സ്റ്റ് വീക്ക് മുതൽ നൈറ്റ് ആണ് ഉണ്ടാവുക. താങ്ക് യു എവരിവൺ. താങ്ക് യു ഹയ. താങ്ക് യു മിസ്ന. നിർത്തട്ടെ അല്ലേ? ക്ലോസ് ചെയ്തോളൂ മിസ്ന.